സ്തുതിക്കുമായിട്ട് ഞാൻ കീർത്തനങ്ങളിൽ 19-ാമത്തെ കീർത്തനം പാടി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഞാൻ കീർത്തനങ്ങൾ 19-ാമത്തെ കീർത്തനം പാടി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഈ അനുഗ്രഹിക്കപ്പെട്ടതായ പ്രഭാതത്തില് നമുക്ക് വീണ്ടും വലിയവനായ ദൈവത്തെ സ്തുതിക്കുവാനും ഓർത്തെടുക്കുവാനും
നമ്മുടെ ജീവിതത്തിൽ വലിയവനായ ദൈവം നമ്മളെ വഴി നടത്തുകയും പരിപാലിക്കുകയും പാവവും വനിതയും നിറഞ്ഞ ലോകത്തില് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വിശ്വസ്തയാൽ, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത അതിന്റെ സ്നേഹത്താൽ നമ്മളെ പരിപാലിക്കുന്നു. ദൈവനാമത്തിന് ഉണ്ടാകട്ടെ. നമ്മള് പ്രതീക്ഷിക്കാതിരുന്ന സമയത്താണ് ഇന്നലെ വൈകുന്നേരം 7:30 ഒരു കാര്യമായിരിക്കും ഞാൻ കളിക്കാത്തുണ്ട്. അന്നേരം ഉദ്ദേശിച്ചത് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തന്നെയല്ലോ, അതുകൊണ്ട് ഞാൻ എന്നെ ചെയ്യുന്നതിന് വിളിച്ചിട്ട് പറഞ്ഞു ചർച്ച കളിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹവും വൈകാരാധനയിൽ സംബന്ധിക്കുന്ന പ്രത്യേകിച്ച് ഈ ആരാധനയിലേക്ക് ദൈവനാമത്തിൽ നന്നായി ചെയ്തുകൊള്ളുന്ന ഒപ്പം തന്നെ സഭയിലുള്ളതായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഈ ആരാധനയിലേക്ക് ദൈവനാമത്തിൽ നന്നായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തുടർന്ന് നമുക്ക് ശുശ്രൂഷയിൽ നമ്മളെ ഗ്രഹിക്കാനായിട്ട് തിരികെത്തിയിട്ടുണ്ട്. വേണ്ടതായിട്ടുള്ള ദൈവിക സന്ദേശവും ആലോചനയിലേക്ക് നമുക്ക് ലഭിക്കുന്നതാണ് എന്ന വൈകിട്ട് ഓർപ്പിക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം നമ്മളെ സമാധാനമുണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. കർത്താവേ, ഞങ്ങളെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾ ആരാധനയും സ്തോത്രവും തിരുമുമ്പാകെ അർപ്പിക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്നവനോട്, അപ്പ ഞാൻ സ്വർഗത്തോട് നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന പേരിന് യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവേൻ. നമുക്കുള്ള മഹാപരോധൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴിയ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെടാനത്രേ നമുക്കുള്ളത്. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ, വീഴ്ചകൾ, അറിയായ്മകൾ, പാപങ്ങളെല്ലാം ഒരു നിമിഷം നമുക്ക് ഓർക്കുകയും അവയെല്ലാം ദൈവത്തിനു മുമ്പാകെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യാം.
ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധരായിരിക്കുന്ന തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നല്ലോ. ദിവസനയിൽ നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുവന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് പാപക്ഷമ നൽകുമെന്ന് ദൈവം തൻ്റെ വചനത്തിൽ നമുക്ക് ഉറപ്പ് നൽകുന്നു. അതിനാൽ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ആശ്രയിച്ചുകൊണ്ട്, ശരണപ്പെട്ടുകൊണ്ട് നമുക്ക് ദൈവം ഭാഗം നമ്മെ തന്നെ ശോധന ചെയ്തുകൊണ്ടും പ്രാർത്ഥിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തിയും മഹാകരുണയുള്ള പിതാവേ, ഞങ്ങൾ കാണാൻ പോയ ആളുകളെ പോലെ നിരവധിക്കുന്നു. ഞങ്ങളെ സുന്ദരരാജങ്ങളെയും മോകളെയും ഞങ്ങളെ നടന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിശുദ്ധ കൽപ്പനകളെ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യാണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചേരാത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യവുമില്ല. അക്ഷന്മാരായ കുറ്റക്കാരായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, തങ്ങളെ പിഴകളെ ഏറ്റുപറഞ്ഞവരോട് ക്ഷമിക്കണമേ. കർത്താവായ യേശുക്രിസ്തു മൂലം നീ മനുഷ്യ പ്രകാരം അനുഭവിക്കുന്നതിനെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള പിതാവേ, നിന്റെ പരിശുദ്ധനാമത്തെ മഹത്വത്തിനായിട്ട് ഞങ്ങൾ ഇനിമേൽ ദൈവത്തോട് നീതിയോട് സുബോധത്തോട് നിൽക്കേണ്ടതിന് ക്രിസ്തു നിർത്താൻ കൃപ ചെയ്യണമേ. ആമേൻ. സർവശക്തനും കരുണയുള്ളവനായ കർത്താവ് പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുന്ന അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയാശ്വാസവും നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. നമുക്ക് ദൈവത്തിൻ്റെ വചനങ്ങളൊക്കെ വായിച്ചു കേൾക്കാം. ഒന്നാം പാഠം. കർത്താവിനെ സ്തുതിക്കുവേൻ.
സ്തോത്രമുണ്ടാകട്ടെ. സങ്കീർത്തനം 146. സങ്കീർത്തനം 146. യഹോവയെ സ്തുതിപ്പിൻ, എൻ മനമേ യഹോവയെ സ്തുതിക്കാം. ജീവനുള്ള നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനും അരുത്. യാക്കോബിന്റെ ദൈവം സഹായമായി, തന്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. പീഡിതന്മാർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു, വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകുന്നു. യഹോവ വൃദ്ധന്മാരെ അഴിച്ചുവിടുന്നു. യഹോവ പരദേശികളെ പരിപാലിക്കുന്നു, അവൻ അനാഥനെയും വിധവമാരെയും സംരക്ഷണം ചെയ്യുന്നു. എന്നാൽ ദുഷ്ടന്മാരുടെ വഴി അവൻ മറിച്ചു കളയുന്നു. പത്രോസ് എല്ലാവരും സഞ്ചരിക്കുകയും യുദ്ധയിൽ പാർക്കുന്ന ചുന്നന്മാരുടെ അടുക്കൽ ചെന്നു. അവിടെ പക്ഷവാതം പിടിച്ച് 8 സംവത്സരമായി കിടപ്പിലായിരുന്ന അന്യാസ് എന്ന പേരുള്ള ഒരു മനുഷ്യനെ കണ്ടു. പത്രോസ് അവനോട്, അന്യാസെ, യേശുക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു, എഴുന്നേറ്റു താനായി തന്നെ കിടപ്പ് വിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റു. യുദ്ധയിലും ശാരീരിലും പാർക്കുന്നവർ എല്ലാവരും അവനെ കണ്ട് കർത്താവിലേക്ക് തിരിഞ്ഞു. വിശുദ്ധ സുവിശേഷം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൽ 1-ാം വാക്യം തുടങ്ങി 6-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവജനങ്ങളെ കേൾപ്പീൻ. വിശുദ്ധ സുവിശേഷം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 1-ാം വാക്യം തുടങ്ങി 6-ാം വാക്യം വരെ. അവൻ പിന്നെയും പള്ളിയിൽ ചെന്നു. അവിടെ വരണ്ട കൈയുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവർ അവനെ കുറ്റം ചുമത്തേണ്ടതിന് ശബ്ബത്തിൽ അവനെ സൗഖ്യമാക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. വരണ്ട കൈയുള്ള മനുഷ്യനോട് അവൻ, നടുവിൽ എഴുന്നേറ്റ് നിൽക്ക എന്ന് പറഞ്ഞു. പിന്നെ അവരോട്, ശബ്ബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ, ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏത് വിഹിതം എന്ന് ചോദിച്ചു. അവരോ മിണ്ടാതിരുന്നു. അവരുടെ ഹൃദയകാഠിന്യ നിമിത്തം അവൻ ദുഃഖിച്ചു കോപത്തോടെ അവരെ ചുറ്റും നോക്കി. ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ നീട്ടി, അവൻ്റെ കൈ സൗഖ്യമായി. ഉടനെ പരീശന്മാർ പുറപ്പെട്ടു അവനെ നശിപ്പിക്കേണ്ടതിന് ഹെരോദ്യരുമായി ആലോചന കഴിച്ചു. ഇവിടെ വിശുദ്ധ സുവിശേഷ വേദഭാഗം അവസാനിക്കുന്നു. ആരാധനയ്ക്ക് യോഗ്യരെ എന്ന സമയത്ത് കരങ്ങളെ ധരിച്ച് കർത്താവിനെ പാടി നമുക്ക് സ്തുതിക്കാൻ ശേഷം നമുക്ക് ദൈവവചന ശുശ്രൂഷയ്ക്കായി തിരുമേനിയെ ക്ഷണിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആരാധനയ്ക്ക് യോഗ്യനെ എന്ന പാട് നമുക്ക് കരങ്ങൾ ധരിച്ച് നമുക്ക് പാടാം. ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നേ.
ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ വളരെ സന്തോഷമുണ്ട് ഇന്ന് ദൈവമ്മയുടെ സഭയിൽ വന്ന് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ഇടയാകുന്നതിൽ. നേരത്തെ പറഞ്ഞ് പ്ലാൻ ചെയ്ത ഒരു സന്ദർശനമല്ല. ഇന്ന് ഒരു ഞായറാഴ്ച ഫ്രീ ആയിട്ട് ലഭിച്ചപ്പോൾ ഇവിടെ വന്ന് ആരാധനയ്ക്ക് കൂടി പോകാം എന്ന് കരുതി അങ്ങനെയാണ് വന്നത്. ഇന്നലെ വൈകുന്നേരമാണ് അച്ഛനോട് കാര്യം പറഞ്ഞത്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞതല്ല എന്നും കൂടെ ഞാൻ സംവിധാമുഖമായിട്ട് പറയട്ടെ. വളരെ ഇവിടെ വന്നപ്പോൾ വളരെ ഊഷ്മളമായി സ്വീകരിച്ചതിന് പ്രത്യേകമുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് ഞങ്ങൾ കുടുംബമായിട്ട് അറിയിക്കുകയും ചെയ്യുന്നു. നമുക്ക് ആളുകൾ വളരെ കുറവാണേലും എല്ലാവരും എന്ത് ചെയ്തോളുക, എല്ലാവരും എല്ലാ വിശുദ്ധ ദിവസങ്ങളിലും ആരാധനയ്ക്ക് വരിക. ആരാധനയ്ക്ക് വന്നതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി പോവുക. ആയിരിക്കണം നമ്മുടെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം. അങ്ങനെ വരുന്നുണ്ട് എന്നെനിക്കറിയാം, എങ്കിലും ഒന്നുകൂടെ ഞാൻ എടുത്ത് പറഞ്ഞത് മാത്രം. ഇന്ന് ഞാൻ രാവിലെ ഇങ്ങോട്ട് പോകുന്ന വഴിയെല്ലാം പള്ളിയിൽ ആദ്യം വന്ന പള്ളിയിൽ ആരാധന തുടങ്ങുന്നു. അത് കഴിഞ്ഞ് പിന്നെ പള്ളികളിൽ ആരാധന കഴിഞ്ഞ് ആൾക്കാർ പോകുന്നതാണ്. ആൾക്കാർ പള്ളിയിൽ കഴിഞ്ഞ് അങ്ങ് പോവുകയാണ്. രാവിലെ ആരാധനയ്ക്ക് വരുന്നു, എന്ത് ചെയ്യുന്നു, ആരാധന കഴിഞ്ഞ് അവർ പോവുകയാണ്. അത് വലിയൊരു ദൈവിക അനുഗ്രഹത്തിന് മുഖാന്തരമാണ്. അതുകൊണ്ട് നമ്മൾ ആളുകൾ കുറച്ചാണെങ്കിലും ഒത്തിരി അംഗസംഘങ്ങളൊന്നും ഇല്ലെങ്കിലും ഉള്ള നമ്മൾ എന്ത് ചെയ്യണം, വരണം. നമ്മളെ ഇവിടെ വരാനായിട്ടുള്ളൂ. അതും ഓർത്തോളുക. വേറെ ആരും എന്ത് ചെയ്തില്ല, വേറെ ആരും ഇവിടെ വരത്തില്ല. അവർക്ക് അവരവരുടേതായ പള്ളികളുണ്ട്. അപ്പോൾ അവരോട് പൊക്കോളും. നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിവിടെ വന്ന് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി പോകണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നമുക്ക് വളരെ നല്ല ഒരു ദേവാലയം നമുക്കിവിടെ ലഭിച്ചു. വളരെ മനോഹരമായ വഴി, സൗകര്യപ്രദമായ വഴി നമുക്കുണ്ട്. പഴയ കാലങ്ങളിൽ വളരെ വ്യത്യസ്തമായി ദേശം അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് ആ ദേശത്തിൻ്റെ വളർച്ചയ്ക്കൊപ്പം നമുക്കും ഒരുമിച്ച് വന്ന് ആരാധിച്ച് മഹത്വപ്പെടുത്തുവാനും
ദൈവം നമുക്കിടയാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട മണി സാറാവുന്നല്ലോ ഇപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്നത്. വളരെ ദീർഘകാലം അദ്ദേഹം മിഷണറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇവാഞ്ചലിസ്റ്റ് എന്ന ആ ഒരു പദവിയിലേക്കും കൂടെ അദ്ദേഹം ഉയർത്തപ്പെട്ടു. അതെല്ലാം നമുക്ക് ശുശ്രൂഷയുടെ ഒരു വലിയൊരു അനുഗ്രഹമാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും ഇവിടെ അത് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ അതിൽ പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഓരോ ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ട ഓരോരോ സംഭവങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അതിനെ ആസ്പദമാക്കി അല്പസമയം നമുക്ക് ധ്യാനിക്കാം. ആദ്യമായി ഞാൻ ശമൂവേൽ പ്രവചനം 2 ശമൂവേൽ 9-ാം അധ്യായം അതിൻ്റെ 1ഉം 2ഉം വാക്യങ്ങൾ ഞാൻ വായിക്കാം. ശമൂവേൽ പ്രവചനം 2 ശമൂവേൽ 9-ാം അധ്യായം 1ഉം 2ഉം വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. 1, 2, 3 വാക്യങ്ങൾ. അനന്തരം ദാവീദ്, ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നുവോ എന്ന് അന്വേഷിച്ചു. എന്നാൽ ശൗലിൻ്റെ ഗൃഹത്തിൽ സീബ എന്നു പേരുള്ള ഒരു ഭൃത്യൻ ഉണ്ടായിരുന്നു. അവനെ ദാവീദിൻ്റെ അടുക്കൽ വിളിച്ചു വരുത്തി. രാജാവ് അവനോട്, നീ സീബയോ എന്ന് ചോദിച്ചു. അടിയൻ എന്ന് അവൻ പറഞ്ഞു. 3-ാം വാക്യം. ഞാൻ ദൈവത്തിൻ്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് രാജാവ് ചോദിച്ചതിന് 2 കാലും മുടന്തനായിട്ട് യോനാഥാൻ്റെ ഒരു മകൻ ഉണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. ഞാൻ ദൈവത്തിൻ്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് രാജാവ് ചോദിച്ചതിന് 2 കാലും മുടന്തായിട്ട് യോനാഥാൻ്റെ ഒരു മകൻ ഉണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, അങ്ങയുടെ മോത്തുമേറിയ വചനങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന്, കുടിയാനത്തിന്, ഞങ്ങളുടെ ഭൗതിക ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന് അങ്ങ് എഴുതിച്ചു തന്നിരിക്കുന്ന മഹാസ്നേഹത്തിനായി നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങിൽ വിശ്വസിക്കുന്നവരും കർത്താവെ എപ്രകാരം അങ്ങയുടെ ഭക്തന്മാരും അങ്ങയുടെ വചനം അനുസരിക്കുന്നവരും എപ്രകാരം പ്രവർത്തിക്കുന്നു എന്ന് എപ്രകാരം ആയിരിക്കണമെന്നും കർത്താവെ അങ്ങയുടെ തീരുമാനത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നതായി നന്ദിയുടെ സ്തോത്രം. അങ്ങ് ലോകത്തിലായിരുന്നപ്പോൾ അങ്ങയുടെ അടുക്കലും വന്നവരെ അങ്ങ് അവരെ കൈക്കൊണ്ടു, അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരോട് പ്രവർത്തിച്ചു, രോഗികൾക്ക് സൗഖ്യം നൽകി, ശാരീരിക വൈകല്യങ്ങൾ ഉണ്ടാകുന്നവരെ, കർത്താവെ മാനസിക വൈകല്യങ്ങളുള്ളവരെ ഒക്കെയും അങ്ങോട്ട് സൗഖ്യമാക്കിയത്. ആ കർത്താവ് ഇന്നും ഞങ്ങൾക്ക് സ്വർഗത്തിൽ ജീവിക്കാനായി സ്തോത്രം. കർത്താവെ അങ്ങിൽ ആശ്രയിക്കാൻ ഞങ്ങളും അപ്രകാരമുള്ള മനോഭാവമുള്ളവരായി ജീവിക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടത് ആവശ്യമാകുന്നതും കൂടെ അങ്ങോട്ട് തിരുത്തി എഴുതിയിരിക്കുന്നതായി സ്തോത്രം. സഹായിക്കണമേ. ഞങ്ങളുടെ വചനം അല്പസമയം ഞങ്ങൾ ധ്യാനിക്കുന്നു. പറയുന്ന ബലഹീനനായ അടിയനെയും കേൾക്കുന്ന അവിടുത്തെ മക്കൾ ഒരുപോലെ അവിടുന്ന് അനുഗ്രഹിക്കണം. അടിയൻ പറയുന്നപ്രമാൻ്റെ ആഴങ്ങളെ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ സഹായിക്കണം. മഹത്വമെല്ലാം അങ്ങ് മാത്രം എടുക്കണമേ. യേശുനാഥ് പ്രാർത്ഥിക്കുന്നത് ദയയോടെ കേൾക്കണമേ. ആമേൻ. വളരെ വളരെ ശ്രദ്ധേയമായ കാര്യങ്ങളാണ് ഈ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട എല്ലാ വേദഭാഗങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒന്നാം പാഠമായിട്ട് വായിച്ച ഈ ശമൂവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലും അതിനകത്ത് ദാവീദ് രാജാവ് യോനാഥാൻ്റെ മകനെ, കാലിന് മുടന്നുള്ളൊരു മകനെ അവരെ വീട്ടിൽ വിളിച്ചു വരുത്തുന്നതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ സങ്കീർത്തനം വായിച്ചപ്പോഴും അവിടെ ദൈവം ചെയ്യിക്കുന്ന പ്രവർത്തനത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ 8-ാം വാക്യം, 146 സംഗീതം 8-ാം വാക്യം പറയുന്നത്, യഹോവ ബദ്ധന്മാരെ അഴിച്ചുവിടുന്നു, യഹോവ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു. ബദ്ധന്മാരെ അഴിച്ചുവിടുകയും കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുകയും ചെയ്യുന്ന യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന ഒരു ദൈവത്തെക്കുറിച്ച്, എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് അവിടെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2-ാം പാഠം വായിച്ച് നമ്മൾ പ്രവർത്തകരുടെ പുസ്തകം അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുമ്പോൾ അവിടെയും യേശുവിൻ്റെ ശിഷ്യന്മാർ പത്രോസ് അപ്പോസ്തലൻ അവരുടെ മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് സംഭവിച്ച കാര്യങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 9-ാം അധ്യായത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. 32 മുതൽ വാക്യം വായിക്കുമ്പോൾ അവിടെ അയനയാസ് എന്ന് പറഞ്ഞ മനുഷ്യനെ സൗഖ്യമാക്കുന്നതാണ്. അവൻ പക്ഷപാതം പിടിച്ച് ദീനമായി
8 സംവത്സരം കിടപ്പിലായിരുന്നു. അയനയാസിനെ പത്രോസ് അപ്പോസ്തലൻ സൗഖ്യമാക്കുന്നത്, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാക്കുന്നത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുവിശേഷം വായിച്ചപ്പോഴും അവിടെയും പറഞ്ഞിരിക്കുന്നത് സമാനമായ കാര്യങ്ങൾ തന്നെയാണ് അവിടെയും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ അല്പം കൂടെ വ്യത്യാസമാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം കൂടെ എന്ന് പറയുന്നത്. ചുറ്റുപാടുള്ള ആളുകളും അല്പസ്വല്പം വ്യത്യാസത്തിലാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതൊക്കെ കാണുവാൻ സാധിക്കും. വേറൊന്നുമല്ല, യേശു പള്ളിയിൽ ചെന്നപ്പോൾ അവിടെ വരണ്ട കൈയുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. വരണ്ട കൈയുള്ള മനുഷ്യനെ യേശു സൗഖ്യമാക്കുന്നു, പ്രവൃത്തികൾ ചെയ്യുന്നു എന്നൊക്കെയും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അന്നത്തെ അവരുടെ ചിന്തകളും രീതികളും അനുസരിച്ച്, അവരുടെ പഠിപ്പിക്കലനുസരിച്ച് ശബത്തിൽ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് യേശു ഇത് ശബത്തിൽ അത് ചെയ്യുന്നുണ്ടോ എന്ന് അവനെ പരീക്ഷിക്കാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ കൂടെ നിൽക്കുന്ന കുറേയധികം ആൾക്കാരുടെ ചിത്ത എന്ന് പറയുന്നത് ശബത്തിൽ അത് ചെയ്താൽ യേശു ശബത്ത് ലംഘിക്കുന്നവനായി തീരും എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ കുറ്റം ചുമത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് കുറേ പേര് ഇരിക്കുന്നു. അല്ലാതെ ആൾക്കാർ അവിടെ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. യേശു ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഒരാൾക്ക് നമ്മൾ നന്മ ചെയ്യുന്നത് ശബത്തിൽ നന്മ ചെയ്യുന്നതാണോ തിന്മ ചെയ്യുന്നതാണോ ഏതാണ്? അവരെന്ത് ചെയ്തു? അവർ മിണ്ടാതിരുന്ന യേശുവിന് അവിടെ പറഞ്ഞിട്ടുണ്ട്. യേശുവിന് കോപം വന്നു, ദുഃഖിച്ചു എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. ദുഃഖിച്ചുകൊണ്ട് കോപത്തോടെ അവരെ ചുറ്റും നോക്കി ആ മനുഷ്യനോട് കൈനീട്ടവനെ അല്ലേ, സൗഖ്യമായി. അപ്പോൾ ശബത്തിലാണെങ്കിലും നന്മ ചെയ്യുന്നത് നന്മ ചെയ്യണമെന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത് കർത്താവ് അവിടെ പഠിപ്പിച്ചുകൊണ്ട് ഈ വരണ്ട കൈയുള്ള മനുഷ്യനെ സൗഖ്യമാക്കുന്ന പ്രവൃത്തി നമുക്കവിടെ കാണാൻ സാധിക്കും. ഇവിടെ എല്ലാം പ്രവർത്തിക്കുന്നത് ദൈവമാണ്, ദൈവത്തിൻ്റെ അദൃശ്യ കരങ്ങളാണെന്നൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ മെഫിബോശേത്തിനെ അവിടെ മുടന്തുള്ള കാല് മാറ്റിയതായിട്ട് അവിടെ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ദാവീദ് രാജാവ് പറയുന്നുണ്ട്. അതെന്തിൻ്റെ പ്രവർത്തനമായിരുന്നു? നമുക്കറിയാം, പണ്ട് കാലങ്ങളിൽ ഒരു രാജാവ് വന്നാൽ ഒരു സമയത്ത് ഒരു രാജ്യത്ത് ഒരു രാജാവേ ഉള്ളൂ, അല്ലേ? ഒരു സമയത്ത് ഒരു രാജാവ് ഒരു രാജ്യത്തുള്ളൂ. പ്രത്യേകിച്ച് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ശൗൽ രാജാവിൻ്റെ മകൻ ജോനാഥാൻ, ശൗൽ രാജാവ് എങ്ങനെയാണ് നിഗ്രഹിക്കപ്പെട്ടത് എന്ന് നമുക്കറിയാം. ദൈവത്തിൻ്റെ പ്രത്യേകമായ നിയോഗം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ആയിട്ടാണ് ദാവീദ് എന്ത് ചെയ്യുന്നത്? അവിടെ രാജാവായി വരുന്നത്. ദാവീദ് രാജാവായി വരുമ്പോൾ ദാവീദിൻ്റെ പ്രവർത്തന ആകമാനമായിട്ട് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് എപ്പോഴും ദൈവത്തിന് അത് ദൈവസന്നിധിയിൽ നീതിയാണോ എന്നൊരു ബോധം, ഒരു ചിന്ത എപ്പോഴും ദാവീദ് രാജാവിന് ഉണ്ടായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ദാവീദ് രാജാവിനെ പിടിക്കാനായിട്ട് ശൗൽ ആൾക്കാരെ പതിയിരുത്തുമ്പോഴും ശൗൽ തന്നെ ഇറങ്ങിപ്പെടുമ്പോൾ പല സമയത്തും ശൗലിനെ കൊല്ലാനുള്ള അവസരം കിട്ടിയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? അത് കൂടെയുള്ള പട്ടാളക്കാരെ തടയുകയും അതങ്ങനെ ചെയ്യരുത്, യഹോവയുടെ അഭിഷക്തനാണ്, അഭിഷേക തൈലം എന്ത് ചെയ്തിരിക്കുന്നു അദ്ദേഹത്തിന് തലയിലുണ്ട്, അതുകൊണ്ട് അങ്ങനെ ഉപദ്രവിക്കരുത്, ജീവനെടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് അതിനുള്ള അവസരം പകരം വീട്ടാനുള്ള, നമ്മളെ പകരം വീട്ടാനുള്ള, പ്രതികാരം ചെയ്യാനുള്ള ആ പ്രതികാരമെല്ലാം ദൈവം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇത് മാറി പോകുന്ന ആ ഒരു കാഴ്ച നമുക്കവിടെ കാണുവാൻ സാധിക്കും. എന്നാൽ അവിടെ ശൗലിൻ്റെ മകനായ യോനാഥാന് ദാവീദുമായി ഭയങ്കരമായിട്ടുള്ള അടുപ്പമുണ്ടായിരുന്നു എന്നാണ് എൻ്റെ തൊട്ട് പുറകിലുള്ള കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. യോനാഥാന് ഈ ദാവീദിനോട് ഭയങ്കരമായിട്ടൊരു ബഹുമാനവും ഒരു സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര സ്നേഹമായിരുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ സ്നേഹം മൂലം പിതാവിന് അല്ലെങ്കിൽ ശൗലിന് ദാവീദിനെ ഇഷ്ടമല്ലെങ്കിൽ പോലും യോനാഥാൻ എന്ത് ചെയ്യുന്നു? അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, ദാവീദിനെ ഇഷ്ടമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എന്ത് ചെയ്തു? ദാവീദിനെ സ്നേഹിച്ചു എന്ന് കാണുവാൻ സാധിക്കും. പല അപകട ഘട്ടങ്ങളിലും യോനാഥാൻ എന്ത് ചെയ്യുന്നു? യോനാഥാൻ ആ അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച് തക്കതായ സമയത്ത് അതിനുള്ള രഹസ്യ വിവരങ്ങൾ കൊടുക്കുകയും രഹസ്യ വിവരങ്ങൾ കൊടുത്തതിൻ്റെ അനുസരിച്ച് ദാവീദ് അപ്രകാരമുള്ള പ്രതിസന്ധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്താണ് കാണാൻ സാധിക്കും. ആ സമയത്ത് യോനാഥാന് ഒരു നിശ്ചയമുണ്ടായിരുന്നു, ദാവീദ് എങ്ങനെയാണെങ്കിലും എന്ത് ചെയ്യും? ദാവീദ് രാജാവാകും. ദാവീദ് പ്രത്യേകമായി ദൈവം തിരഞ്ഞെടുത്ത ആളാണ്. അതുകൊണ്ട് ദാവീദ് രാജ്യത്വം ആർക്ക് കിട്ടും? രാജ്യത്വം ദാവീദിന് തന്നെ കിട്ടും. അതുകൊണ്ട് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ നീ എന്ത് ചെയ്യണം? എന്നോട് കരുണ കാണിക്കണം, എൻ്റെ കുടുംബങ്ങളോട് എന്ത് ചെയ്യണം? കരുണ കാണിക്കണം. അത് പറയാൻ കാരണമുണ്ട്. അങ്ങനെ രാജ്യത്വം പ്രാപിച്ചാൽ എന്ത് ചെയ്യും? രാജ്യത്വം പ്രാപിച്ചാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? അതിന് തൊട്ട് മുമ്പുണ്ടായിരുന്നില്ല എല്ലാ ശത്രുക്കളെയും നിഗ്രഹിക്കുക എന്നുള്ളതാണ് സാധാരണ ഒരു രീതി. അങ്ങനെ നിഗ്രഹിച്ച് വരുമ്പോൾ എന്ത് ചെയ്യും? ഈ യോനാഥാനും അവൻ്റെ കുടുംബാംഗങ്ങളും അല്ലെങ്കിൽ ശൗലും അവൻ്റെ കുടുംബാംഗങ്ങളും എല്ലാവരും എന്ത് ചെയ്യും? എല്ലാവരും കൊല്ലപ്പെടും, അല്ലെങ്കിൽ അവരെ ഇല്ലെന്നാക്കും.
അതറിയാം. യോനാഥാൻ സൗൽ രാജാവിൻ്റെ മകനായതുകൊണ്ട് അന്നത്തെ ആ കാലങ്ങളിലുള്ള രീതികൾ അറിയാവുന്നത് കൊണ്ടും എന്ത് ചെയ്തു, ദാവീദുമായിട്ട് യോനാഥാൻ ഒരു സഖ്യത ചെയ്തു എന്നാണ് പറയുന്നത്. സഖ്യത ചെയ്തു, ഉടമ്പടി ചെയ്തു. എന്ത് ചെയ്തില്ല? ഞാൻ നിന്നെ എന്ത് ചെയ്തില്ല, ഉപദ്രവിക്കത്തില്ല, നിന്നെയും നിൻ്റെ കുടുംബത്തെ എന്തില്ല ഉപദ്രവിക്കത്തില്ല എന്ന് അവർ സഖ്യത ചെയ്തു. ആ സഖ്യത നിലനിൽക്കുകയാണ് എന്ത് ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം പിന്നീട് വന്ന യുദ്ധത്തിൽ എന്ത് ചെയ്യുന്നു, യുദ്ധത്തിൽ ശൗലും മരിച്ചു, യോനാഥാനും മരിച്ചു, എല്ലാവരും എന്ത് ചെയ്തു, മരിച്ചുപോയി. വലിയൊരു പരാജയം അവർക്കുണ്ടായി. പരാജയമുണ്ടായി. ദാവീദ് രാജ്യത്വം പ്രാപിക്കുന്നതൊക്കെ കാണാൻ സാധിക്കും. രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ദാവീദ് പറയുകയാണ്, പറയുന്ന ഭാഗമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ദൈവത്തിൻ്റെ ദയ കാണിക്കേണ്ടതിന് യോനാഥാൻ്റെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ കുടുംബത്തിൽ. അന്നേരമാണ് മനസ്സിലാകുന്നത് ആരാ ഉള്ളേ, യോനാഥാൻ്റെ ഒരു മകനുണ്ട്, പക്ഷെ കാല് രണ്ടും മുടന്താണ്. സീബ എന്ന് പറയുന്ന ഭൃത്യൻ്റെ വീട്ടിലാണ്, അല്ലെങ്കിൽ കൂടെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഉടനെ യോനാഥാൻ ഈ മെഫീബോശത്തിനെ സീബയെ വിളിച്ചു, മെഫീബോശത്തിനെ വിളിച്ചു. അവിടെ പറയുകയാണ്, നീ എന്ത് ചെയ്യണം, നീ സീബയോട് പറയുന്നു, നിൻ്റെ യജമാനു വേണ്ടി, യജമാൻ്റെ മകന് വേണ്ടി അവൻ്റെ കൃഷിയിടങ്ങളെല്ലാം നീ കൃഷി ചെയ്യണം, നോക്കണം. അതെല്ലാം മെഫീബോശത്തിന് അവകാശമായിട്ട് കൊടുത്തിരിക്കുകയാണ്, അത് നോക്കണം. മെഫീബോശത്ത് എന്ത് ചെയ്യും, നിൻ്റെ യജമാനൻ്റെ മകൻ എൻ്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, അവിടെ യാതൊരു വിധമായ ലോകപ്രകാരം നോക്കി യാതൊരു വിധമായ ഒരു അവസരവും ഇല്ല, അല്ലെങ്കിൽ ഒരു സാധ്യതയുമില്ലാത്ത ഒരു ജീവിതമാണ് മെഫീബോശത്തിനുള്ളത്. പക്ഷേ ഒരു രാജകുമാരനെ പോലെ എന്ത് ചെയ്യുന്നു, ദാവീദ് രാജാവ് അവനെ കൂടെ നിർത്തി കൊണ്ടുപോകുന്നതാണ് കാഴ്ചയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റ് വേദഭാഗങ്ങളൊക്കെ വായിച്ചപ്പോൾ അവിടെയെല്ലാം പ്രവർത്തിക്കുന്ന ദൈവമാണ്. പത്രോസ് അപ്പോസ്തലൻ പറയുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്ത് ചെയ്യുന്നു പറയാം. ദാവീദ് രാജ പറയുന്നത് ദൈവത്തിൻ്റെ ദയ കാണിക്കേണ്ടതെന്ന് പറഞ്ഞിരിക്കും അല്ലേ. സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് യഹോവയാണ് എന്ത് ചെയ്യുന്നു, കുനിഞ്ഞിരിക്കുന്നവരെ നിർത്തുന്ന ആരാണ്, വിശപ്പുള്ളവർക്ക് ആഹാരം കൊടുക്കുന്ന ആരാണ്, കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്ന ആരാണ്, ദൈവമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും ഇങ്ങനെയുള്ള ശാരീരിക വൈകല്യങ്ങളുള്ള ആൾക്കാരെ കാണുമ്പോൾ, മാനസികമായ വൈകല്യങ്ങളുള്ള ആൾക്കാരെ കാണുമ്പോൾ അവരെ ചേർത്ത് നിർത്താനുള്ള ഒരു രീതി പലപ്പോഴും ഇന്നത്തെ ലോകത്ത് ഇല്ല എന്ന് കാണുവാൻ സാധിക്കും. എന്നാൽ അവരെയും സ്നേഹിക്കുന്ന, ചേർത്ത് നിർത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് ചെയ്തിരിക്കുന്നു. വളരെ അസന്നിഗ്ധമായിട്ട് വേദവസ്തം നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആ ദൈവത്തിൽ അങ്ങനെ ഒരു ആർദ്ര ഹൃദയമുള്ള, അങ്ങനെ ഒരു മനസ്സലിവുള്ള, ഇപ്രകാരമുള്ള വൈകല്യങ്ങളുള്ള, ബലഹീനതകളുള്ള ആൾക്കാരെ കണ്ട് അവരോട് കൂടെ നിൽക്കുന്ന, അവരെ താങ്ങുന്ന, അവരെ സഹായിക്കുന്ന, അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മൾ അല്ലേ. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത് ദൈവത്തിൻ്റെ ദയ കാണിക്കുക. ദൈവത്തിൻ്റെ ദയ, ദാവീദ് രാജാവ് ദൈവത്തിൽ അചഞ്ചലമായി വിശ്വസിക്കുന്നതുകൊണ്ട് ആ ദയാപൂർണനായ, ദയാലുവായി ദൈവത്തിൻ്റെ ദയ എന്ത് ചെയ്യുന്നു, അവൻ്റെ ദൈനംദിന പ്രവർത്തനത്തിൽ കാണിക്കുകയാണ്. അവിടെ മെഫീബോശത്തിനെ അതങ്ങനെ കാണിക്കുന്നവനെ ചേർത്ത് നിർത്തുന്നു എന്ന് കാണുവാൻ സാധിക്കും. ഇന്നത്തെ ആധുനിക ലോകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം, അനേകമായ ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങളൊക്കെ കാണാം. പലപ്പോഴും ഇന്നത്തെ ലോകത്തിൽ ആൾക്കാരെ, കുട്ടികളെയൊക്കെ പിടിച്ച് അംഗവൈകല്യം ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, അവരെയൊക്കെയും സാമ്പത്തിക സമാഹരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. മനുഷ്യൻ്റെ രീതികളെല്ലാം മാറിപ്പോയി അല്ലേ. അതിനെതിരെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ മറ്റിതര സംഘടനകളൊക്കെയും പ്രവർത്തിക്കുന്നുണ്ട്. എങ്കിലും മനുഷ്യൻ്റെ പണത്തോടുള്ള, ലോകത്തോടുള്ള ആ സ്നേഹം മൂലം എങ്ങനെയും പണമുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഇപ്രകാരമുള്ള ആൾക്കാരെ അവഗണിക്കുകയും അതുപോലെ തന്നെ അവരെ എന്ത് ചെയ്യുന്നു, അവരെ ഈ പണമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള, സമ്പാദനത്തിന് വേണ്ടിയുള്ള ആൾക്കാരാക്കി അവരെ മാറ്റുകയും അവരെ അകാരണമായിട്ട് ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് നമ്മുടെ ചുറ്റുപാടും കാണാൻ സാധിക്കും. സഭ പലപ്പോഴും അവരുള്ള അതുപോലെ സാമൂഹ്യ സന്നദ്ധ സംഘടനകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വൈകല്യമുള്ള ആൾക്കാരെ അവരെ നോക്കാൻ, അവരെ കരുതാൻ, അതുപോലെ കാഴ്ചയില്ലാത്തവർ, സംസാരിപ്പാൻ കഴിവില്ലാത്തവർ, നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, മറ്റ് ശാരീരിക ക്ലേശങ്ങളുള്ളവർ, ബുദ്ധിമാന്ദ്യമുള്ളവർ, ഇവരെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ സുവിശേഷം, ഇന്ത്യയിൽ സുവിശേഷം വന്നതിന് ശേഷം അങ്ങനെയുള്ള ആൾക്കാരെ എല്ലാം കരുതാനായിട്ട് എന്ത് ചെയ്യുന്നു, സഭ, സുവിശേഷർ എന്ത് ചെയ്യുന്നു, മുൻകൈ എടുത്താണ് കാണാൻ സാധിക്കും. നമ്മുടെ സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ ധാരാളം അന്ധവിദ്യാലയങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്. നമുക്ക് മാത്രമല്ല മറ്റാൾക്കാർക്കും അതിന് പിന്നീട് അതുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അംഗവൈകല്യം സംഭവിച്ചവരെ എന്ത് ചെയ്യുന്നു, അവരെ പരിചരിക്കാൻ, അവരെ നോക്കാൻ ഉള്ള അതുകൊണ്ട് ബുദ്ധിമാന്യമുള്ളവരെ എന്ത് ചെയ്യുന്നു, അവർക്ക് പ്രത്യേകമായ പരിശീലനം കൊടുക്കാനുള്ള സ്കൂളുകൾ, സ്ഥാപനങ്ങളൊക്കെയും
മിഷണന്മാരുണ്ടാക്കിയതാണ് കാണുവാൻ സാധിക്കും. അതുപോലെ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ട ആൾക്കാരെ ചേർത്ത് പിടിക്കാനായിട്ട് എന്ത് ചെയ്യുന്നു? മിഷണന്മാർ പ്രവർത്തിച്ചാൽ കാണാൻ സാധിക്കും. അവിടെയെല്ലാം നമ്മൾ കാണുന്നത് ദൈവസ്നേഹത്താൽ ആകർഷിക്കപ്പെട്ട് ദൈവത്തിൻ്റെ ദയാകടാക്ഷങ്ങൾ, ദൈവത്തിൻ്റെ നീതി മനസ്സിലാക്കിയ, ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ അപ്രകാരം ആ ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നാമും അപ്രകാരമായി തീരണമെന്ന് വിശുദ്ധ വചനം നമ്മെ ഓർപ്പിക്കുന്നു. പലപ്പോഴും വേദവസ്തു നമ്മൾ വായിക്കുമ്പോൾ യേശുവിൻ്റെ പ്രവർത്തനത്തിൽ ഏറ്റവും ശക്തമായ പ്രവർത്തനം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇതുപോലെയുള്ള സൗഖ്യമാക്കൽ ശുശ്രൂഷയായിരുന്നു കാണുവാൻ സാധിക്കും. സൗഖ്യമാക്കൽ ശുശ്രൂഷയ്ക്ക് കർത്താവ് വളരെ പ്രാധാന്യം നൽകിയത് യേശുവിൻ്റെ അടുക്കൽ വന്ന എല്ലാ രോഗികളും എന്ത് ചെയ്യുന്നു? യേശു സൗഖ്യമാക്കി. യേശു തൊട്ടവർ സൗഖ്യമായി, യേശുവിനെ തൊട്ടവർ സൗഖ്യമായി, യേശു ഒരു വാക്ക് കൽപ്പിച്ചപ്പോൾ അവരും സൗഖ്യമായി. യേശുവിൻ്റെ കഷ്ടാനുഭവത്തിന് ശേഷം, ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം യേശുവിൻ്റെ നാമത്തിൽ എന്ത് ചെയ്യുന്നു? ശിഷ്യന്മാർ രോഗികൾ എന്ത് ചെയ്യുന്നു? സൗഖ്യമാക്കും. വരണ്ട കൈകളെ എന്ത് ചെയ്തു? യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാക്കി കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ആ ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്, ആ കർത്താവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അവരോട് നമ്മുടെ ഉള്ളിൽ ഇപ്രകാരമുള്ള വൈകല്യങ്ങളുള്ള ആൾക്കാരെ എല്ലാ തരത്തിലും, മാനസികമായിട്ടാണേലും ശാരീരികമായിട്ടാണേലും അതുപോലെ ബുദ്ധിപരമായിട്ടാണേലും ഒക്കെ മാന്യമുള്ള വൈകല്യങ്ങളുള്ള ആൾക്കാരെ ചേർത്ത് പിടിക്കാനുള്ളൊരു മനസ്സ്, ആ അപ്രകാരമുള്ള ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്ന നമ്മൾ തീർച്ചയായിട്ടും അതിന് സമയം കണ്ടെത്തണം എന്ന് വിശുദ്ധ ദൈവത്തിൽ നമ്മളോട് ആവശ്യപ്പെടുന്നു. അത് നമ്മുടെ ഇവിടെ ദൈവത്തെ വെളിപ്പെടുത്തുന്നതിന് തുല്യമാണ്. എങ്ങനെയാണ് നമ്മുടെ ദൈവം ദയാലുവാണ്, ദൈവം സ്നേഹസമ്പന്നനാണ് എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ ആധുനിക ലോകത്ത് നമ്മൾ ആ സ്നേഹവാനായ ദൈവത്തെ പ്രതിഫലിപ്പിക്കുന്നത്, ദൈവ സ്വഭാവങ്ങളെ പ്രതിഫലിപ്പിക്കുന്നത് നമ്മുടെ വിശ്വാസികളാണ്, നമ്മുടെ പ്രവർത്തനത്തിലാണ്. ഇന്ന് വന്നിരിക്കുന്ന ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെന്ന് പറയുകയും എന്ത് ചെയ്യുന്നുണ്ട്? ദൈവത്തിൻ്റെ സ്വഭാവങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോകുമ്പോൾ അവിടെ അതുകൊണ്ട് പ്രയോജനമില്ല, അല്ലെങ്കിൽ അത് ദൈവം അവിടെ മൗത്വമെടുക്കുന്നില്ല. നമ്മുടെ പ്രവർത്തനങ്ങൾ മൂലം ദൈവത്തെ മനസ്സിലാക്കാൻ മറ്റാർക്കും സാധിക്കുന്നുമില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിനൊക്കെ വിരുദ്ധമായി ഈ വേദവചനം നമ്മളോട് ഉപദേശിക്കുന്നു, നമ്മളോട് ശക്തമായി പറയുന്നു. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സാഹചര്യങ്ങളിൽ നമുക്ക് വേറെ ഒന്നും ഒരുപക്ഷെ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കാം, എന്നാലും എന്ത് ചെയ്യാം? ഒരു ചെറിയ സഹായം ചെയ്യുന്നതിന് യാതൊരു കുഴപ്പവും നമുക്ക് ഇല്ല. ദൈവം നമുക്ക് നൽകുന്ന ആ ഒരു കഴിവ് വെച്ച്, പ്രാപ്തി വെച്ച് ഇങ്ങനെയുള്ള ആൾക്കാരെ സമൂഹത്തിൽ മാറ്റം നിർത്തിപ്പെടാൻ പോകുന്നതല്ല, സാധാരണ ഒരു ജീവിതം നയിക്കാൻ പറ്റാത്ത ആൾക്കാരെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് ഈ തിരുവചനവാദ ഭാഗങ്ങൾ നമ്മെ പറഞ്ഞു തരുന്നു, ബോധ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെയുള്ള അവസരം കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവസരം കിട്ടുമ്പോൾ അവരെ സഹായിക്കാനും അവർക്ക് വേണ്ട ഉദവികൾ ചെയ്യാനും നമ്മളും ബദ്ധസ്ഥരായിരിക്കണം എന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. കാരണം നമ്മുടെ ദൈവം ദയുള്ള ദൈവമാണ്, ദയാലുവാണ് നമ്മുടെ ദൈവം. അവരെ സ്നേഹിക്കുന്ന, എല്ലാവരെയും സ്നേഹിക്കുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെയെങ്കിൽ നമുക്കും ആ മനോഭാവമുണ്ടായി ആ രീതിയിൽ നമ്മൾ പ്രവർത്തിക്കേണ്ടതും ദൈവസ്നേഹവും ദൈവത്തിൻ്റെ ദയയും നമ്മൾ വെളിപ്പെടുത്തേണ്ടതുമാണ്. അതിനായിട്ട് ദൈവം നമ്മളെ ദിനംതോറും സഹായിക്കുകയും ശക്തിയിരിക്കുകയും ചെയ്യട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ സഭയുടെ പൊതുവായുള്ള പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ അങ്ങനെ ഒരു പ്രവർത്തനത്തിന് നമ്മൾ വേണ്ട രീതിയിലൊരു ശ്രദ്ധ കൊടുക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. നമുക്ക് നമ്മുടെ ആവശ്യം തീർന്നിട്ട് എന്ത് ചെയ്യത്തില്ല, തീർന്നിട്ട് വേറെ പൈസ ഇല്ലെന്നാണ് നമ്മൾ പറയുന്നത്. എന്നാൽ നമുക്ക് അല്ലാതെ തന്നെ എന്ത് ചെയ്യാം? ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു പാലിയേറ്റീവ് കെയർ നടത്തുന്നുണ്ടല്ലേ, പല പാലിയേറ്റീവ് കെയറുണ്ട്. അതുപോലെ തന്നെ ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾക്ക് താമസിക്കാനുള്ള ഇടങ്ങളുണ്ട്. അതൊക്കെ ധർമ്മസ്ഥാപനങ്ങളായിട്ടാണ് ഇത് നടന്നത്. നമ്മുടെ മൊത്തമായിട്ടൊരു ബഡ്ജറ്റ് പരിശോധിച്ചാൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല, അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് യാതൊരു വിധമായ സഹായങ്ങളും കൊടുക്കാൻ ഇല്ലെന്നുള്ളതാണ് നമ്മുടെ ഒരു കാര്യം. പക്ഷേ ഉള്ളതിൽ നമുക്ക് വീതം വെക്കാനായിട്ട് ചെയ്യുന്നത് പറ്റുന്നില്ല. അങ്ങനെ ഒരു ചിന്തയെ നമുക്ക് പലപ്പോഴും ഇല്ല. നമ്മൾ സാധു ജനസഹായം എന്ന് പറയുന്നത് നമ്മൾ കണക്കൊക്കെ ഉണ്ട്, പക്ഷേ എന്ത് ചെയ്യുന്നില്ല, പലപ്പോഴും അത് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. നമ്മൾ പറയും നമുക്ക് മനസ്സുണ്ടെങ്കിലും എന്ത് ചെയ്തില്ല, കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന് നമ്മൾ പറയും. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മൾ സാധാരണ ഒരു ദൈവത്തിലല്ല നമ്മൾ വിശ്വസിക്കുന്നത്, ദയാലുവായൊരു ദൈവത്തിലാണ്, കരുണയുള്ളൊരു ദൈവത്തിലാണോ വിശ്വസിക്കുന്നത്, സകലരെയും സ്നേഹിക്കുന്നൊരു ദൈവത്തിലാണോ വിശ്വസിക്കുന്നതെങ്കിൽ ആ ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ വെളിപ്പെടുത്തുവാൻ ഈ ആധുനിക ലോകത്തിൻ്റെ ഇതിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ദൈവസ്നേഹം വെളിപ്പെടുത്തുവാൻ നമ്മയാണ് ദൈവം ഉപയോഗിക്കുന്നത്. അതിനുള്ള കഴിവ്, അതിനുള്ള ആർജവം, അതിനുള്ള ശക്തി നമുക്ക് ലഭിക്കുന്നത് എപ്പോഴും ദൈവവചനത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നാണ്. ദൈവവചനം നമ്മളോട് പറയുന്ന ദൈവത്തിൻ്റെ വചനം നമ്മളത് വായിക്കുക, ധ്യാനിക്കുക. എന്താണ് അതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്, എന്താണ് ദൈവത്തിൻ്റെ സ്വഭാവം, അത് നാമുമായിട്ടുള്ള ബന്ധം എന്താണ്,
ദൈനംദിന ജീവിതത്തിൽ നമുക്കത് എങ്ങനെ പ്രതിഫലിപ്പിക്കാനായിട്ട് സാധിക്കും എന്ന് വിചാരിച്ചു. ഇവിടെ ദാവീദ് രാജാവ് ദൈവത്തിൻ്റെ ദയ ജോനാഥാൻ്റെ മുടന്തനായ മകനിലൂടെ അവനെ സംരക്ഷിച്ചതിൽ, അവനെ ചേർത്ത് പിടിച്ചതിൽ വെളിപ്പെടുത്തുന്നത് പോലെ യഹോവ ആണ് എല്ലാവരെയും സഹായിക്കുന്നത്. വിശപ്പുള്ളവർക്ക് ആഹാരം കൊടുക്കുന്നത്, മുടന്തരെ സൗഖ്യമാകുന്നു, കൂനിയിരിക്കുന്നവരെ നിവർത്തുന്നെല്ലാം യഹോവയാണ് എന്ന് പറയുമ്പോൾ ആ ഒരു ദൈവത്തിൻ്റെ ഒരു കാഴ്ചപ്പാടല്ലേ, ദൈവത്തിൻ്റെ ഒരു ചിന്ത, അങ്ങനെയുള്ള ആൾക്കാരെ, വൈകല്യമുള്ള ആൾക്കാരെ ചേർത്ത് നിന്ന ഒരു ദൈവം യഹോവയാകുന്ന ദൈവം. അതുപോലെ തന്നെ ശിഷ്യന്മാരുടെ കാര്യവും നമ്മൾ നോക്കുമ്പോൾ അവരും ആ ഒരു ആർദ്രഭാവത്തോടെയാണ് എന്ത് ചെയ്തത്, അവർ പ്രവർത്തിച്ചത്. യേശു തൻ്റെ ഈ ജീവിതത്തിൽ ആ ഒരു മനോഭാവത്തോടെ എന്ത് ചെയ്തു, സബത്തോ അതുപോലുള്ള ദിവസങ്ങളെടുത്ത് അങ്ങനെ മറ്റുള്ള ദിവസങ്ങൾ നോക്കാതെ ആ നന്മ വെളിപ്പെടുത്താൻ, ദൈവത്തിൻ്റെ നന്മ വെളിപ്പെടുത്താൻ, നല്ല കാര്യം ചെയ്യാൻ യേശു സബത്തിലും ഉപയോഗിച്ചിരുന്നു, അല്ലെ സബത്തിനെ ഉപയോഗിച്ചു. അതിനെതിരെയുള്ള വെല്ലുവിളി തീർച്ചയായിട്ടും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ യേശു അത് ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ നമുക്ക് കാണാം, അതിൻ്റെ 6-ാം വാക്യം, സുവിശേഷം വായിച്ചതിൻ്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ പറയുന്നത്, ഈ മനുഷ്യനെ സൗഖ്യമാക്കിയതിന് ശേഷം ബാക്കിയുള്ള ആൾക്കാരെ എന്ത് ചെയ്തു, അന്നേരം തന്നെ അവനെ നശിപ്പിക്കേണ്ടതിന് മറ്റ് ആൾക്കാരുമായിട്ട് ആലോചിക്കാനായിട്ട് പുറപ്പെട്ടു പോയെന്നാണ്. സബത്തിൽ അത് ചെയ്തതുകൊണ്ട് അവനെ നശിപ്പിക്കണമെന്ന് പറഞ്ഞ് പോകുന്ന ഒരു മനോഭാവമുള്ളതാണോ കാണുന്നത്. പക്ഷേ യേശു അത് കണക്കാക്കാതെ അങ്ങനെ ഉണ്ടാകും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു അപകടം മനസ്സിലാക്കി അതിനെ അതിജീവിച്ച്, അല്ലെങ്കിൽ അതിനെ ഗണ്യമാക്കാതെ നന്മ പ്രവർത്തിക്കുന്ന കാണുവാൻ സാധിക്കും. നന്മ പ്രവർത്തിക്കാൻ ദിവസം പ്രത്യേകത ഇല്ല, അല്ലെങ്കിൽ മാറ്റേണ്ടതില്ല എന്നാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഏതു സമയത്തും ഏതു ദിവസങ്ങളിലും നല്ല പ്രവൃത്തി ചെയ്യാൻ, ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തി ചെയ്യാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു. അല്ലാതെ ചെയ്യണമെന്നാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ, സഭപ്രവർത്തനങ്ങൾ, ആഗമനമുള്ള പ്രവർത്തനങ്ങളിൽ, നമ്മുടെ കാഴ്ചപ്പാടുകളിൽ ഈ നന്മ ഒരു വശം നമ്മൾ കൂടുതൽ പരിപോഷിപ്പിക്കുക. അതാവശ്യമുള്ള ആൾക്കാരെ നമ്മൾ കണ്ടെത്തുക, അവരെ നമ്മൾ ഉപേക്ഷിക്കാതെ, മാറ്റി നിർത്താതെ അവരെയും ചേർത്ത് പിടിച്ചു കൊണ്ടുപോകാനായിട്ട് നമുക്ക് ഇടയായിത്തീരട്ടെ. ദൈവം നിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അതിന് നമ്മെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. വായിച്ച വാക്യം ഒന്നുകൂടെ ഞാൻ വായിക്കട്ടെ. ആദ്യം വായിച്ച വാക്യം സമൂവേലിൻ്റെ പ്രവചനം 2 സമൂവേൽ 9-ാം അധ്യായം അതിന് 3-ാം വാക്യം. ഞാൻ ദൈവത്തിൻ്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് രാജാവ് ചോദിച്ചു. ദൈവത്തിൻ്റെ ദയ കാണിപ്പാൻ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ ദൈവത്തിൻ്റെ ദയയുടെ വെളിപ്പാടായി, ദൈവത്തിൻ്റെ കരുണയുടെ വെളിപ്പാടായി, ദൈവസ്നേഹത്തിൻ്റെ വെളിപ്പാടായി തീരുവാൻ ഇടയായി തീരട്ടെ. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. നമുക്ക് നമ്മുടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങളെ ഏറ്റു പറയാം. അപ്പോസ്തലിക വിശ്വാസ പ്രമാണം. സർവശക്തിയുടെ പിതാവായ ഞങ്ങളോട്
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സകല രോഗങ്ങൾക്കും സൗഖ്യമേൽക്കിയ അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തു പര്യാപ്തമാകുന്നുവല്ലോ. മാനസികവും പീഡകൾ നിമിത്തം ഉടഞ്ഞുപോയവർക്ക് സമാധാനം നൽകുകയും ശാരീരിക ബലഹീനതകൾ അനുഭവിക്കുന്നവരെ ശക്തീകരിച്ച് അവിടുത്തെ ആത്മാവിന്റെ ശക്തിയാൽ വഴിനടത്തുകയും ചെയ്യണമേ. പ്രകാരമുള്ളവർക്ക് അവിടുത്തെ സ്നേഹത്തിന്റെയും സംരക്ഷണത്തിന്റെയും കൈവഴികളായി തീരാൻ സഭയെ ഒരുക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവോടും കൂടെ എന്നേക്കും കാലാവസ്ഥാനം വളരെ ജീവിച്ചു വാഴുന്ന യേശുക്രിസ്തുവിലൂടെ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കവിക്കായുള്ള അപേക്ഷകള്. ദൈവമേ, സകല വിശുദ്ധാഗ്രഹങ്ങളും സകല നല്ല ഉദ്യോഗങ്ങളും സകല നീതിയുള്ള പ്രവൃത്തികളും ഈ നല്ലോ വരുന്നത് ഞങ്ങളുടെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുവാനായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുങ്ങിയിരിപ്പാനും ഞങ്ങളെ ശത്രുവയും കൂടാതെ കാക്കപ്പെട്ട ശ്വാസത്തോടും സാമ്പത്തിയോടും ഞങ്ങളെ കാലം കഴിക്കുവാൻ ലോകത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം ഞങ്ങളുടെ യേശുക്രിസ്തുവിന്റെ വിധകൾ മൂലം അങ്ങയുടെ അടിയരായ ഞങ്ങൾക്ക് നൽകണമേ. സർവശക്തനായ കർത്താവേ, നിത്യദൈവമേ, അങ്ങയുടെ മഹാശക്തിയുള്ള സംരക്ഷണമുള്ള ഞങ്ങൾ ഇവിടെയും നീക്കും ശരീരത്തിലും ആത്മാവിലും പാലിക്കപ്പെടേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും അങ്ങയുടെ പ്രമാണങ്ങളുടെ വഴികളിലും സ്വർണ്ണകളിലും നടത്തി തിരിച്ചുവയ്ക്കുവാൻ ഇഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവിന്റെ രക്ഷിതമായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. നമുക്ക് അല്പസമയം ദൈവസന്നിധിയില് കാലം നമ്മള് സൗമ്യ പ്രവാചക പുസ്തകത്തിലൂടെ ദാവീദ് രാജാവ് പറയുകയാണ്, ഞാൻ ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന് യോനാഥന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഇവിടെയാണ് ഇന്ന് തൽക്കാലം നമ്മളെ ചിന്തിപ്പിച്ചത്. ദൈവനാമത്തിന് താല്പര്യം ഇങ്ങനെയാണ് ഇവിടെ കേരളത്തില്, നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയുള്ളതായിട്ടുള്ള അംഗവൈകല്യമുള്ള ആളുകളെ അവരെ ചേർത്ത് നിർത്തുവാൻ ഇവിടെ വൃദ്ധ സദസ്സുകളും അതുപോലെ സ്നേഹാതുരമായിട്ടുള്ള സ്ഥാപനങ്ങളും സന്നദ്ധ ശുശ്രൂഷ സംഘടനകളും ദാവീദ് രാജാവ് തുടക്കം കുറിക്കുകയാണ് ഇവിടെ. അതാണ് നമ്മൾ കാണുന്നത്. ഇതാണ് ക്രിസ്തുവിനോടായിരിക്കുന്നത് ഒരു ആത്മീക ദർശനം, മറ്റുള്ളവരെ അവരെ ചേർത്ത് നിർത്തുവാൻ കഴിയുന്നത്. ഇവിടെ നിരാലംബരായിട്ടുള്ളവർ, മാനുഷികമായി തകർന്നിരിക്കുന്നവരെ, മുടന്തുള്ളവരെ, അംഗവൈകല്യമുള്ളവരെ, ശാരീരിക വൈകല്യമുള്ളവരെ അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അവരെ മാറ്റി നിർത്തേണ്ടുന്നവരല്ല, അവരും നമ്മുടെ സഹോദരങ്ങളാണെന്നതായിരിക്കണം. ആ ഒരു ആത്മീയ ദർശനം അതിന് തുടക്കം കുറിക്കുന്നതായി നാം ഈ തിരുവചന സത്യങ്ങളിലൂടെ നമ്മളെ ഇവർക്കാലം തിരുമേനിയുടെ കേൾക്കുന്നുണ്ടായി. കേരളത്തിൽ നമ്മൾ എവിടെ നോക്കിയാലും അടുത്തുള്ളായിരിക്കുന്ന വാലിറ്റിയും സെന്ററുകളൊക്കെയാണ്. ഈ അടുത്തുള്ളായിരിക്കുന്ന മുരിക്കാശ്ശേരിയിൽ പോലും അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. സ്നേഹമന്ദിരങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് കാരണം അതാണ്. ഇത്തരത്തിലുള്ളായിരിക്കുന്ന സാമൂഹികപരമായിട്ടുള്ള സഹജരോടുള്ളായിരിക്കുന്ന സാമൂഹിക പ്രതിബദ്ധതയും അവരെ ചേർത്ത് നിർത്തുന്നുള്ളൊരു മനസ്സും കാരുണ്യ പ്രവർത്തനം, ജീവകാരുണ്യ പ്രവർത്തനത്തിലൊക്കെ തുടക്കം കുറിക്കുന്നത് ക്രിസ്തീയ സഭയാണെന്ന് നമുക്ക് എടുത്തു പറയാനായിട്ട് സാധിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. താല്പര്യം അതുകൊണ്ട് അവരെ സമൂഹത്തിൻ്റെ അവരെ മാറ്റി നിർത്തേണ്ടുന്നവരല്ല എന്ന് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. നമുക്കറിയാം, കണ്ണില്ലാത്തവരും കാലില്ലാത്തവരും കൈയില്ലാത്തതായിട്ടുള്ള ആളുകൾക്ക് മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കുന്നവരുണ്ട്. മനോഹരമായി അവര് ഗാനങ്ങൾ എഴുതുന്നവരായിട്ടുള്ളവരുണ്ട്, പാട്ട് പാടുന്നവരായിട്ടുള്ളവരുണ്ട്. ബധിരായിട്ടുള്ളവരും മോതിരായിട്ടുള്ള ആളുകളും അന്ധരും ആയിട്ടുള്ള ആളുകളൊക്കെ എന്നും സംസാരിക്കാൻ ശേഷിയില്ലാത്ത, കാഴ്ചയില്ലാത്ത ആളുകളെയൊക്കെ ചേർത്ത് നിർത്തുന്നത്, അവരെ മാറ്റി നിർത്തേണ്ടുന്നവരല്ല എന്ന ഒരു ആത്മീക ദർശനം, ആത്മീക ബോധം നമ്മളിൽ ഉണ്ടാവട്ടെ എന്ന് ഇവിടെ നമ്മൾ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ മഹാനഗര യോഗത്തിൽ അധ്യക്ഷന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ സെൻട്രൽ പ്രോജക്റ്റിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മഹാനഗര എല്ലാ അച്ഛന്മാരെ കുറിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വിവിധ സഭക്കാരിന് ശുശ്രൂഷകളെ കുറിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജില്ലാ ചാർമേഴ്സിനെ കുറിച്ച് പ്രാർത്ഥിക്കാം. ഇടവകാശനെ കുറിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കരിമീനിടവകയിലായിരിക്കുന്ന ദിവാലയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ആവശ്യമാകുന്നുണ്ട്, സാമ്പത്തികം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.
നമ്മുടെ കുടുംബങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കാം. കടഭാരങ്ങളാൽ കഴിയുന്നവരെ കുറിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സാമ്പത്തിക ഞെരുക്കങ്ങളാൽ ഭാരപ്പെടുന്നവരെ കുറിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പഠിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ജോലി സംബന്ധമായി ദൂരസ്ഥലങ്ങളായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ടവരെ കുറിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ജോൺസനെ ഓർക്കാം. അതുപോലെ ശോഭന ദൈവങ്ങളിലേക്ക് എല്ലാ കുടുംബങ്ങൾക്ക് വലിയ ബാധ്യതയുടെ മധ്യത്തിൽ നിൽക്കുകയാണ്. ആ കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ പെരിഞ്ഞതായിരിക്കുന്ന കുഞ്ഞിനെ നമുക്ക് സമർപ്പിച്ച പ്രാർത്ഥിക്കാം. ഈ പലതായ വിഷയങ്ങളെല്ലാം ദൈവസ്ഥാനത്തിന് നമുക്ക് സമർപ്പിക്കുകയും നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ തിരുമേനി കൊച്ചമാൻ ഈ വിഷയങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെല്ലാം ദൈവസ്ഥാനത്തിലാണ്. സഭാമക്കളോട് ചേർന്ന് സാറിനോടും ചേർന്ന് പങ്കെടുക്കുവാനായിട്ട് ദൈവം തന്നെ അവസരത്തിൽ കൃപയ്ക്കുമായി അടിയങ്ങൾ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവേ, ആരാധന പങ്കെടുക്കുവാനും വചനത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കേൾക്കുന്ന വചനപ്രകാരം അടിയങ്ങൾ കർത്താവ് അടിയങ്ങളായിരിക്കാനും പ്രകാരം ജീവിക്കാനും ദൈവമടികൾ ഓരോരുത്തരെയും സഹായിക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് സഭയുടെ കാര്യങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സാറിനെ കുടുംബമായ ദൈവങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് മകന്റെ പ്രവർത്തന കാലഘട്ടം ഈ സഭയ്ക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായി തിരുവാതിരോട് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവരുടെ ആവശ്യങ്ങൾ ദൈവത്തിന് കൂടെ ഉണ്ടായിരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സഭയുടെ ആവശ്യങ്ങൾ ദൈവത്തിന് കൂടെ ഇരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കർത്താവെ ഈ സഭ വിലപ്പെട്ട് ഒരുപാട് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് ഇവിടെ പറയപ്പെട്ടതായ എല്ലാ വിഷയങ്ങളും ദൈവങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആ വിഷയങ്ങളുമായി കർത്താവിന്റെ കരുണ ഉണ്ടായി മാറുമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അടിയങ്ങൾ കേൾക്കുന്ന പ്രാർത്ഥിക്കുന്നതുമായ ഓരോ വിഷയങ്ങളും ദൈവമേ അത് അങ്ങയുടെ ഇഷ്ടപ്രകാരമായിരിക്കാൻ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ രോഗികളായി കഴിയുന്നവരോട് പ്രാർത്ഥിക്കുന്നു. കർത്താവർക്ക് സൗഖ്യം കൊടുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കടഭാരത്താൽ ഭാരപ്പെടുന്നവരുണ്ടല്ലോ കർത്താവെ അവരെ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവിന്റെ കൃപാകരമായി ഉണ്ടായിരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അതുപോലെ ഭൗതികമായ വിഷയങ്ങളുണ്ടല്ലോ കർത്താവ് അതെല്ലാം ദൈവങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രത്യേകിച്ച് ഈ സഭയുടെ കമ്മിറ്റിക്കാരെ ദൈവങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിർദ്ദേശനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാ സംഘടനകളെയും ദൈവങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അതായത് നേതൃത്വം നൽകുന്ന ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ആശ്രയനായിരിക്കുന്നവരെയും കർത്താവെ കരുതുവാനും താങ്ങുവാനും അടിയങ്ങളെ ദൈവത്തിന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അടിയങ്ങളുടെ ജീവിതത്തിൽ വഹിക്കുന്ന കുറവുകൾ കുറ്റങ്ങളെല്ലാം ദൈവത്തിന് ക്ഷമിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കൂടുതലായിട്ട് ശക്തിപ്പെടുത്തണമേ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ സഭയെ ദൈവമേ ആത്മീയമായി പെരുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കടന്നുവരിക്കുന്ന വ്യക്തികളെ കുടുംബമായി ദൈവങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരുടെ ആവശ്യങ്ങളെല്ലാം കർത്താവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാവരും നമുക്ക് കൊടുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതലായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇവിടുത്തെ ദൈവമക്കളോടൊപ്പം ചേർന്ന് ഞങ്ങൾക്ക് കർത്താവിന്റെ കുടുംബമായി ആരാധിക്കാൻ ദൈവം തന്നിട്ട് കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ അടിയങ്ങളുടെ കൂട്ടത്തിൽ കടന്നു വന്ന ജർമ്മസിനെയും ദൈവങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ മകനെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആവശ്യങ്ങളും ദൈവത്തിന് കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം സൗരവേശിന്റെ നാമത്തിൽ തന്നെ. നമുക്ക് പൊതുവിലുള്ള ഒരുമിച്ച് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരുതലും കർത്താവിന്റെ ദൈവം കർത്താവിന്റെ വിശ്വസ്തതയും നമ്മെ നടത്തിയല്ലോ എല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് പൊതുവിലുള്ള സ്തോത്രം ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള ദൈവമേ പ്രാർത്ഥനകളോട് കൈക്കൊള്ളണമെന്നും ഞങ്ങളുടെ
രക്ഷിക്കുന്ന കാര്യങ്ങളെ ചെയ്യേണ്ടതാകുന്നവരും പറയുവാനും അവയെ വിശ്വസ്തയോടെ നിവർത്തിക്കുവാൻ അവർക്ക് കവിയും ശക്തി ലഭിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം കൃപ അരുളേണമേ. ആമേൻ. സ്ഥിരം 456 സ്ഥിരം 456. നമുക്ക് നമ്മെ തന്നെ നാം ഇപ്പോൾ അർപ്പിച്ചിരിക്കുന്ന വഴിപാടുകളെ ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സകല നല്ലതാങ്ങളെയും ദാതാവായ ദൈവമേ, നിന്റെ ജനങ്ങളുടെ വഴിപാട് കരുണയോടെ കൈക്കൊള്ളുന്ന ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ലോകത്തിലെങ്ങും സമാധാനവും സമൃദ്ധിയും വർദ്ധിച്ചു വളരുവാൻ തക്കവണ്ണം ഈ വഴിപാടിനെയും ഇതർപ്പിക്കുന്ന നിന്റെ ജനങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. മുട്ടുകളെ മടക്കി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഒരു വിശുദ്ധ ദിവസം കൂടെ ഞങ്ങളുടെ സനിൽ വന്ന് അങ്ങേ ആരാധിപ്പാൻ തക്കവണ്ണം അങ്ങോട്ട് നിങ്ങളെ പ്രാപ്തിപ്പെടുത്തി അതിനായി നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അങ്ങേ ആരാധിപ്പാൻ വന്ന അവിടുത്തെ മക്കളെ പേരുപേരായി കുടുംബമായിട്ട് വന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങളെ കൂടിയിരിക്കണമേ. ഇന്ന് വരാൻ സാധിക്കാതിരിക്കുന്നവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ, വർദ്ധിച്ച ഉത്സാഹത്തോടും സന്തോഷത്തോടും കൂടെ ഓരോ വിശുദ്ധ ദിവസങ്ങളിലും അങ്ങയുടെ ആലയത്തിൽ അങ്ങ് ഞങ്ങൾ തന്ന ആലയത്തിൽ വന്ന് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, കർത്താവ് അങ്ങോട്ട് പ്രാർത്ഥിക്കുവാൻ, കർത്താവെ അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് ജീവിപ്പാനുള്ള തീരുമാനത്തോടെ കടന്നു പോകുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ദയാലുവാകിയ സ്തോത്രം, കരുണയുള്ളവനായ സ്തോത്രം, സ്നേഹസമ്പന്നനായ സ്തോത്രം. അതേ സ്വഭാവം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി അവിടുന്ന് അനുഗ്രഹിക്കണമേ. മഹത്വമെല്ലാം അങ്ങ് മാറ്റെടുക്കണമേ. യേശുനാഥ് പ്രാർത്ഥിക്കുന്നത് ദയോടെ കേൾക്കണമേ. ആമേൻ. വിശ്വാസത്തോടെ കർത്താവിൻ്റെ ആശീർവാദം കൈക്കൊള്ളുവേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോടെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.
കർത്താവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ കാലം എന്തുകൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതവേളയിൽ നമുക്ക് നമ്മുടെ ദർശനായിരിക്കുന്ന വന്യ തിരുമേനി നമ്മുടെ പിതാവിനോട് ഒരുമിച്ച് കൊച്ചമ്മയോട് ഒരുമിച്ച് നമുക്കൊരു ആരാധന കൊടുക്കുവാൻ ദൈവം അവസരം തന്നതിനായിട്ട് ദൈവത്തിന് നന്ദി കരയേറ്റുന്ന ദൈവം താളമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടങ്ങളിൽ വളരെ പ്രതീക്ഷിക്കാതിരിക്കുന്ന അവസരത്തിൽ കർത്താൻ തിരുമേനിയോടായിരിക്കുന്ന ആ ഒരു വളരെ വാസ്തവത്തിൽ സന്തോഷമുണ്ടായ ആദ്യം. പിന്നെ ഞാൻ തന്നെയല്ലേ ഉള്ളൊരു ഗുണമൂടിയില്ലായിരുന്നു. അപ്പം അതുകൊണ്ടൊക്കെ വെള്ളം വളരെ കൊടുക്കണമല്ലോ. അപ്പം അങ്ങനെ ഒരു ചില ബുദ്ധിമുട്ട് തിരികെയുണ്ടായി. അത് അനുഗ്രഹിക്കട്ടെ. ഏത് സാഹചര്യത്തിലും സഹകരിച്ചു പോകുന്ന ഒരു തിരുമനസ്സാണ്, നല്ല മനസ്സാണ് തിരുമേനിക്ക്. ഞാനിന്ന് ഓർക്കുന്നു, 50-ാം മൈലിൽ നിന്ന് ഞങ്ങൾ ഒരു ഭയങ്കര മഴക്കാലത്തെ കോരിച്ചൊരിയുന്ന മഴയാണ്. ആ മഴയുടെ സമയത്ത് 50-ാം മൈൽ സഭയിൽ നിന്ന് വന്ന തിരുമേനി, ജോസാറ്, കൊച്ചമ്മ, ഞങ്ങൾ കുടുംബമായിട്ട് പുറത്തിൽ ഇന്ന് വഴി സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് അതൊന്നുമില്ല. ആനകളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാട്ടിലൂടെ നടന്ന് ചോർന്നൊലിക്കുന്ന മഴയിലൂടെ തിരുമംഗത്ത് വന്നൊരു കടയിൽ കയറി കാൽച്ചായ പിടിച്ച് തിരുമേനി അന്ന് പറഞ്ഞ് ഞാൻ ഇന്ന് ഓർക്കുന്നത്, നമ്മൾ അധികം ഒന്നും എന്ത് ചെയ്യരുത്, സ്പീഡിന് നടക്കരുത്, നമ്മൾ തിരുവനന്തപുരം നടക്കുകയല്ലേ. അപ്പോൾ അത് നമുക്ക് സാവകാശം പോയാൽ മതി എന്നൊക്കെ തിരുമേനി പറഞ്ഞ് ഞാൻ ഇന്ന് ഓർക്കുന്നു. അങ്ങനെ ഞങ്ങൾ ആ പുറത്തേക്കുള്ളിൽ പോയി ആ രാത്രിയിൽ അവിടെ കൂട്ടായ്മയൊക്കെ നടത്തി, ആരാധനയൊക്കെ കൂടി, ദൈവജന ശുശ്രൂഷയിലൊക്കെ പങ്കെടുത്ത്, അതൊക്കെ ഞാൻ ഇന്ന് ഓർക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ദർശന ഈ നാളുകളിൽ ദൈവം ഇനിയും മഹാടവയെ നയിക്കുന്നതിന് ആയുസ്സും ആരോഗ്യവും നൽകി ദൈവം നമ്പുരാൻ കൂടുതലായി ശക്തിയിരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടെ ആശംസിക്കുന്നു. ഈ വകാലം വചനം നൽകി അനുഗ്രഹിച്ചതിന് എല്ലാ വളരെ അനുഗ്രഹങ്ങളും മഹിമകളും എനിക്ക് ഒരിക്കൽ കൂടെ സഭയുടെ പേരിൽ അറിയിക്കട്ടെ. അതുപോലെ സമയം ഈ കാലങ്ങളിൽ, ഈ നാളുകളിൽ തിരുമേനിയോടൊപ്പം എല്ലാ മേഖലയിലും എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായി നല്ലപോലെയാണ് മഹിളകളുടേതായിരിക്കുന്ന ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ഇടയപരിപാലനവും ഒക്കെ ആണ് എന്നുള്ളതാണ്. വികസനം, ഇടയപരിപാലനം, ഇങ്ങനെ ഉള്ള കാര്യങ്ങളിൽ വളരെ വ്യാപകമായി നമ്മുടെ മഹാടകൃതായിരിക്കുന്ന പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൂടെ നമ്മൾ ലക്ഷ്യം വെച്ച് മുന്നേറുകയാണ്. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രിയ കർഷകர்களായിരിക്കുന്ന സ്നേഹവും വ്യക്തിപരമായതിലും സബ്കമ്മിറ്റിയുടെ കീഴിലുള്ള സേവനം സന്ദർഭത്തിൽ അറിയിക്കട്ടെ. ഒപ്പം തന്നെ നമ്മുടെ ജനസങ്ങളായിരിക്കുന്ന നന്ദിയും സ്നേഹവും ഈ സന്ദർഭത്തിൽ അറിയിക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ഈ ആഴ്ചയിൽ പൊതുപ്പണി നടത്താൻ നമ്മൾ തീരുമാനിക്കുകയുണ്ടായി. നമുക്ക് അടുത്ത ആഴ്ച നടത്താം അല്ലേ എന്ന് പറഞ്ഞേ? നമുക്ക് തെളിക്കാനും കൂടെ ഉണ്ട്. കായെല്ലാം നമുക്ക് പഴുത്ത് കിടക്കുകയാണ്. അപ്പം അതുകൊണ്ട് അത് തെളിച്ചെങ്കിൽ മാത്രം നമുക്ക് എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അല്ലേ? അതുകൊണ്ട് തെളിച്ച് അതിൻ്റെ രീതികൾ നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. അത്രയും കാര്യങ്ങളാണ് പിന്നെ പറയാനായിട്ടുള്ളത്. പിന്നെ കഴിഞ്ഞ ഞായറാഴ്ചത്തെ ന്യായപരവും നമുക്ക് ലഭിച്ചത് 450 ദിവസം നമുക്ക് പുസ്തകാഴ്ച ലഭിക്കുകയുണ്ടായി. നാലാം ഞായറാഴ്ച അച്ഛൻ ഉണ്ടാകും എന്നുള്ള കാര്യങ്ങൾ ഓർപ്പിച്ചിട്ട് നമ്മുടെ ജിമ്നേഷ്യന്റെ നേതൃത്വത്തിൽ വിശുദ്ധ സംസാരിച്ച ആരാധനയും ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ ഓർപ്പിച്ചിട്ട് ദൈവം നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ നമ്മൾ മെയിനായിട്ട് പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ ഇതിനു വേണ്ടിയാണ്. ചോർന്ന് കഴിഞ്ഞ അച്ഛൻ വന്ന ആഴ്ചകളിലെല്ലാം മൊത്തം ചോർന്നിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു.
അപ്പോൾ അതിനുവേണ്ടി പാർശ്വകോടിയിൽ നിന്ന് പാർശ്വകോടിയിൽ നിന്ന് കുറച്ച് പൈസ തരാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥനയാണ് നമുക്ക് ഏറ്റവും ആവശ്യം എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ കുടുംബ പ്രാർത്ഥന നിങ്ങൾ ഓർക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥനയും കൂടി ചെയ്യണമെന്ന് വിശേഷിച്ച് ഓർപ്പിക്കുക. നമുക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുന്നതാണ്. പക്ഷേ മക്കളുടെ വക കാര്യത്തിൽ സാമ്പത്തിക കാര്യങ്ങളിൽ പരിമിതിയാണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാ കാര്യങ്ങളും കേന്ദ്രീകരിക്കുന്നത്. ബാധ്യതകൾ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നീണ്ടു പോകുന്നത്. എന്തായാലും അത് പരിഹരിക്കപ്പെടും എന്ന് നമുക്ക് വിശ്വസിക്കാം. അതുകൊണ്ട് പ്രാർത്ഥനയിലൂടെ ആ കാര്യങ്ങൾ നടത്തട്ടെ ദൈവം അതിന് സാധ്യത ലഭിക്കട്ടെ എന്നുള്ള സമർപ്പത്തിൽ ഉറപ്പിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കും. ഉണ്ടാകട്ടെ. വളരെ സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ കൂടാൻ ഇടയായതിൽ. മാത്രമല്ല ദേവാലയമൊക്കെ വളരെ ഭംഗിയായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതിലും വളരെ സന്തോഷമുണ്ട്. പരിസരങ്ങളൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ നമ്മൾ വലിയധികം കാടൊന്നുമില്ല, എന്നാലും കുറച്ച് സ്ഥലമേ നമുക്കുള്ളത്. അതെല്ലാം കൂടെ ഒന്ന് തെളിച്ചൊക്കെ ഇടുമ്പോൾ വളരെ നന്നായിരിക്കും. നമുക്ക് ആകെ മൊത്തമുള്ള ആദായം എന്ന് പറയുന്നത് ഏതാണ്? ഈ സ്തോത്രാഴ്ച കഴിഞ്ഞാൽ അത് കഴിഞ്ഞുള്ളത് നമുക്ക് ഏലമാണ്. അതിൻ്റെ ഏലത്തിൻ്റെ പണികളൊക്കെ എത്രമാത്രം ഇവിടെ എനിക്കൊന്നും നിങ്ങൾക്കൊക്കെ അതിനുമായിട്ട് പരിചയമുള്ള ആൾക്കാരായതുകൊണ്ട് പണി എളുപ്പമായിരിക്കും. അത് കൂടുതൽ പൈസ ഒന്നും കൊടുക്കാതെ എന്ത് ചെയ്യുക, എടുക്കണം. അങ്ങനെയാണ് ചെയ്യുന്നത് എനിക്കറിയാം. എങ്കിലും അത് ചെയ്യണമേ എന്ന് പ്രത്യേകമായിട്ട് ഉറപ്പിക്കുന്നു. വഴിവക്കിലാണ് ഇത് ഇരിക്കുന്നത്. അതുകൊണ്ട് അത് ഭംഗിയായിട്ട് തന്നെ പ്രകാരം ഇരിക്കട്ടെ. മഴ നനഞ്ഞ് പോകുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അത് ബിൽഡിങ്ങിൻ്റെ അത് പഴക്കവും കുറയും. അതാണ് വേറൊരു സംഗതി. അതുകൊണ്ടത് മേഞ്ഞ് ഭംഗിയാക്കുവാനും മറ്റ് അറ്റകുറ്റപ്പണിയൊക്കെ ചെയ്യുവാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാനും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സാറ് പറഞ്ഞതുപോലെ തന്നെ മകളുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് എത്രമാത്രം അറിയാം എന്ന് അറിയത്തില്ല. വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സെൻട്രൽ ഫണ്ട് എല്ലാവരും കുറേശ്ശെ അടയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കുക. അതുപോലെ പ്രത്യേക സാർ പ്രാർത്ഥന ഓർത്തപ്പോൾ പറഞ്ഞ പോലെ പ്രോജക്റ്റിന് വേണ്ടിയുള്ള രൂപ, അതായത് ഒരു വീട്ടിൽ നിന്ന് 500 രൂപ മാസം തോറും കൊടുക്കുന്നവരെ 500 രൂപ 250 100 എത്രയാണോ അത് കൊടുത്ത് അത് കളക്ട് ചെയ്ത് നേരിട്ട് അവിടെ നിന്ന് അടയ്ക്കുന്നൊരു രീതിയാണ്. അത് നമ്മൾ ഒന്ന് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സഭകളെ സഹായിക്കാനാണ് അത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ജില്ലയിൽ ഒരു വീട് എന്നുള്ള നിലയിൽ നമ്മൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് 9 വീടുകൾ പറഞ്ഞു കൊടുക്കാനാണ് നമ്മൾ തീരുമാനിച്ചിരുന്നു. അതിനുള്ള കളക്ഷൻ തുടങ്ങിയത്. പക്ഷേ ഒരു വീട് മാത്രമേ നമുക്കത് തീർക്കാൻ പറ്റിയുള്ളൂ. അതും അതിൻ്റെയും പൈസ ഇനിയും ബാക്കി കുറച്ചുകൂടെ കൊടുക്കാൻ കിടപ്പുണ്ട്. അന്ന് നമ്മൾ തീരുമാനിക്കുന്ന സമയത്ത് 4.5 ലക്ഷമായിരുന്നു അന്ന് ഒരു വീടിൻ്റെ ചിലവ് പ്രതീക്ഷിച്ചിരുന്നത്. അതായത് ശരാശരി 850 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു കെട്ടിടത്തിന് അന്ന് അത് മതിയായിരുന്നു. എന്നാൽ ഇന്ന് അത് അത്രയും പോരാ. മിനിമം ഒരു 7 ലക്ഷം 7.5 ലക്ഷത്തിന് തീരത്തുള്ളൂ. അങ്ങനെയാണ് അതിൻ്റെ സാധനങ്ങളുടെ വില, പണിക്കൂലി എല്ലാം കൂടെ ആകുമ്പോൾ അങ്ങനെയും വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പഴയ ആ റേറ്റ് വെച്ച് നമുക്ക് പോരാ. എന്നാലും നമുക്കൊരു ഒരു ജില്ലയിൽ ഒരു വീടെന്നുള്ളതാണ്. അത് പല രീതിയിൽ നമ്മൾ അതിൻ്റെ ആരംഭിക്കാനായിട്ട് അടുത്ത മാസം അതിൻ്റെ ഒരു പണി ആരംഭിക്കണമെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഏതെങ്കിലും ഒരു ജില്ലയിലെ പണികൾ ആരംഭിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതെല്ലാം ലഭിക്കുന്നത് ഈ ഒരു പ്രോജക്റ്റ് വഴി നിന്നുള്ള പൈസ കൊണ്ടാണ് കിട്ടുന്നത്. ശമ്പളം കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള സഭകൾക്കാണ് നമ്മൾ കൊടുക്കുന്നത്, ഗ്രാൻഡായിട്ട് കൊടുക്കുകയാണ്, തിരിച്ചു കൊടുക്കേണ്ട പൈസയല്ല. അതിങ്ങനെ കുറേ പൈസ കിട്ടുമ്പോൾ അത് ബുദ്ധിമുട്ടുള്ള പള്ളിക്ക് നമ്മൾ വീതിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മളത് അധികമായിട്ട് കൊടുത്തിരുന്നു. ഇപ്പം നമുക്ക് അധികം കൊടുക്കാനോ ആവശ്യത്തിന് കൊടുക്കാനോ ഇല്ല. വരുന്ന പൈസ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് എല്ലാ പള്ളികളെയും നമുക്ക് സഹായിക്കാണ്ട് പറ്റത്തില്ല. അതാണ് ഒരു സ്കീം. ആ സ്കീമൊക്കെ നിങ്ങൾ ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഒരു ഹോസ്റ്റൽ നമുക്കറിയാം. ഹോസ്റ്റലിന് വേണ്ടി, ഹോസ്റ്റലിൽ പഠിക്കുന്ന പിള്ളേർക്ക് വേണ്ടി നമ്മൾ ഒരു മാസം ഏതാണ്ട് 2.25 ലക്ഷം തൊട്ട് 3 ലക്ഷം രൂപ വരെ ചിലവഴിക്കുന്നുണ്ട്. അതാത് പള്ളിക്കാർ ചെയ്യുന്നു, കൂടാതുള്ളതാണ് ചിലവഴിക്കുന്നത്. അത് നമ്മൾ ഒരു കൊച്ചിന് 1500 രൂപ വെച്ച് മാസം കൊടുക്കാൻ പ്രാപ്തിയുള്ള ആൾക്കാരെ നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 200 പേരെ കണ്ടെത്തിയാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, നമുക്ക് ആ ഹോസ്റ്റലിന് വേണ്ടി നമ്മൾ ഡയസിന് നേരിട്ട് പൈസ കൊടുക്കേണ്ട, ഈ പൈസ അങ്ങനെ കൊടുക്കാം. ഏതാണ്ട് 40ഓളം പേര് ഇപ്പോൾ അതിനകത്ത് ആയിട്ടുണ്ട്. കത്തീഡ്രൽ പള്ളിയിലെ അവർ തന്നെ ഹോസ്റ്റൽ അവിടെ തന്നെ പിരിവെടുത്ത് അവിടെ ചെയ്യുന്നതുകൊണ്ട് അവിടുത്തെ ആ എണ്ണം കൂട്ടിയിട്ടില്ല. അവരും കൂടെ കൂട്ടുവാണെങ്കിൽ നമുക്ക് 100 സ്പോൺസേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ മാത്രമേ ഉപയോഗിക്കപ്പെടുന്നുള്ളൂ, അല്ലെങ്കിൽ അതിനുള്ളതേ ഉള്ളൂ. അല്ലാതെ എല്ലാവർക്കും പൊതുവായിട്ട് കിട്ടണമെങ്കിൽ ഇത് നമുക്ക് വരേണ്ടതായിട്ടുണ്ട്. അതിന്
ഇനിയിപ്പോൾ 10 രൂപയാണേലും എന്ത് ചെയ്യുക, അങ്ങനെ കൊടുക്കുക എന്നാണ് ഇവരോടൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് ചോദിക്കുക, മേടിക്കുക എന്നുള്ളതാണ്. മേടിച്ച് അത് ഓഫീസിൽ അടയ്ക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൾക്കാരിങ്ങനെ അടച്ചുകൊണ്ടിരിക്കുന്നു. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളൊരു സ്വയത്രാണത്തിൽ എത്താനായിട്ട് പറ്റത്തുള്ളൂ. അതാണ് എൻ്റെ ഒരു കാര്യം. പല പള്ളിക്കാർക്ക് ഒരു മാസത്തെ വരുമാനം എന്ന് പറയുന്നത് ചെറിയ പള്ളിക്ക് 5000 രൂപ താഴെയാണ്. 5000 രൂപ താഴെ 10000 രൂപയ്ക്ക് ഇടയ്ക്കുള്ള വരുമാനമുള്ള പള്ളികളാണ് ഏറ്റവും കൂടുതലുള്ളത്. പക്ഷേ ഇന്ന് ഒരു ഹെൽപ്പർക്ക് പോലും 10000-ന് മുകളിലാണ് നമ്മൾ കൊടുക്കുന്ന സാലറി, ശമ്പളം എന്ന് പറയുന്നത്. അപ്പം അതൊന്നും എന്ത് ചെയ്തില്ല, 5000 രൂപ കിട്ടുന്നത് 10000 രൂപ കൊടുക്കാൻ പറ്റും. അങ്ങനെയാണ് ഈ കടം എന്ത് ചെയ്യുന്നത് ഓരോ പള്ളിക്കും വരുന്നതും. അതുപോലെ തന്നെ മഹാടിയിലെ കടം വരുന്നു. അങ്ങനെയാണ്. അപ്പോൾ ആ അധികം വരുന്ന തുക നമ്മൾ ഇതുപോലെ ഗ്രാൻഡായിട്ട് കൊടുത്തുകൊണ്ടുള്ള ഒരു രീതിയാണ്. മുഴുവൻ കൊടുത്തില്ലെങ്കിലും പകുതിയാണെങ്കിലും അതിന് നിശ്ചിത ശതമാനം കൊടുത്ത് അവരെ പള്ളികളെ സഹായിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് സാറിനിപ്പോൾ ഒരു കൊടുക്കാനായിട്ട് പൈസ ഇല്ലാതെ വരുമ്പോൾ എന്ത് ചെയ്യുക, അത് വർഷത്തിൽ 2 അല്ലെങ്കിൽ വർഷാവസാനമായിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു വിഹിതം എന്ത് ചെയ്യുക, കൊടുക്കുക. അപ്പോൾ സാറിനിപ്പോൾ ഒരു അവസാനം വരുമ്പോൾ ഒരു 30,000 രൂപ കൊടുക്കണമെന്ന് നോക്കിക്കോ. കൊടുക്കാനാണെങ്കിൽ എന്ത് ചെയ്യുക, അത് നമ്മൾ അവിടുത്തെ പൈസ അനുസരിച്ച് അതിൻ്റെ ഒരു വിഹിതം പകുതിയോ അധികമോ അല്ലെങ്കിൽ മുഴുവനായിട്ടോ എന്ത് ചെയ്യുക, അത് പള്ളിക്ക് ഗ്രാൻഡായിട്ട് എന്ത് ചെയ്യുകയാണ്, കൊടുക്കുക. അപ്പോൾ പള്ളി ആ പൈസ വരുമ്പോൾ വരവെച്ചാൽ മാത്രം മതി, ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ആ പൈസ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അത് വ്യക്തികൾക്കല്ല കൊടുക്കുന്നത്, പള്ളിക്ക് ഗ്രാൻഡാണ്. അപ്പം ചിലപ്പോൾ ശമ്പളം കൂടുതലുള്ളത് വരാം, കുറവുള്ളവർ വരാം. അങ്ങനെയുള്ള അവരെ എല്ലാവരും സഹായിക്കാൻ വേണ്ടിയാണ് ഒരു പദ്ധതി. നിങ്ങൾ പ്രത്യേകമായി സാറ് പറഞ്ഞ പോലെ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കണം. ആൾക്കാരുടെ ഈ പൈസ കൊണ്ട് കുറച്ച് ഉണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക, ഒരു ചായയുടെ പൈസ എന്ത് ചെയ്താൽ മാറ്റിയാൽ മതി. 10 രൂപയാണെങ്കിൽ എന്ത് ചെയ്യുക, മാസം അതിനുവേണ്ടി മാറ്റിയിടുക. നമ്മുടെ ഇവിടെ കട്ടപ്പന ജില്ല തുടങ്ങിയുള്ള ജില്ലകളിലൊക്കെ നമ്മളിവിടെ അതെ അതിനുള്ള പിരിവൊക്കെ ഉണ്ട്. ചിലർ അത് വീടാന്തോറും നടന്ന് പിരിക്കുകയാണ്. ചിലർ അതിന് കാർഡും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 2-3 വർഷമായി വേണ്ട രീതിയിൽ പിരിവ് വന്നിട്ടില്ല. ചിലർക്കൊക്കെ കവർ കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ള പോലെ നമ്മൾ 100 രൂപ മിനിമം എന്ന് പറയുന്നുണ്ടെങ്കിൽ 500 രൂപ മിനിമം എന്ന് പറയുമ്പം അതില്ലെങ്കിലും എന്ത് ചെയ്യുക, ഉള്ള പോലെ എന്ത് ചെയ്യുക, കൊടുക്കുക എന്നുള്ളതാണ്. ഒരു ബുദ്ധിമുട്ടായിട്ട് എന്ത് ചെയ്യുക, കൊടുക്കാതെ ഇരിക്കുക എന്നുള്ളതാണ്. അത് മാസം അവിടെ അടയ്ക്കാം. അങ്ങനെ വരുമ്പോൾ പല പള്ളിയിൽ നിന്നാകുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് 1-2 പള്ളികളെ സഹായിക്കാൻ മാത്രമുള്ള പൈസ കിട്ടും. അതാണ് എൻ്റെ ഉദ്ദേശം. നേരിട്ട് പൈസ എന്ത് ചെയ്യുക, ജനങ്ങളിൽ നിന്ന് സമാഹരിക്കുന്ന രീതിയാണ്. പണ്ട് നമ്മൾ അതങ്ങനെ സ്വമേധാദാനം എന്ന് പറഞ്ഞൊരു കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതില്ല. പിന്നീട് നമ്മളിപ്പോൾ ഈ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യവും നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ കൃഷിയുടെ കാര്യം പറഞ്ഞത്, നമ്മൾ ഉള്ള സ്ഥലം എന്ത് ചെയ്യുക, ഒരു 2 ഏലച്ചെടി വെക്കാനുള്ളെങ്കിൽ എന്ത് ചെയ്യുക, അത് വെച്ചേക്ക്. നമുക്കിപ്പോൾ അത് പ്രത്യേകിച്ച് അതിന് വേണ്ടി എന്തിൻ്റെ കാര്യമില്ല. നമ്മളതിന് ഒത്തിരി പൈസ മുടക്കേണ്ടതില്ല. നമ്മളൊക്കെ ഒന്ന് പരിചരിച്ചാൽ ഒരു 250 രൂപ കിട്ടിയാലും എന്താണ്, അത് നമുക്കൊരു എക്സ്ട്രാ വരുമാനമാണ്. സാധാരണ നമ്മൾ സ്വത്രയാഴ്ച കൂടാതെ വരുമാനമാണ്. അത് ഉള്ളത് നമ്മളത് എടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അതിനുള്ള വളരെ വ്യാപകമായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ പല പള്ളിക്കാരും എന്ത് ചെയ്ത്, കഴിഞ്ഞ പ്രാവശ്യം ഒരു പള്ളിയിൽ അവർ തെങ്ങും തൈ വെച്ചിട്ടുണ്ട്. സ്ഥലമുണ്ട്, തെങ്ങും തൈ വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ സ്ഥലം വെറുതെ കിടക്കുന്നിടത്ത് നാരക്കുഴിയിൽ ഒരു നമ്മൾ തേയില കൃഷിക്ക് വേണ്ടി നമ്മൾ കൊടുക്കുകയാണ്. അവിടെ നമുക്ക് 1.25-2 ഏക്കറുള്ള സ്ഥലം പ്രത്യേകം വേറെ കിടപ്പുണ്ട്. അത് മുഴുവൻ തേയില വെക്കാനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ഏർപ്പാടായി. അതുപോലെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അങ്ങനെ ഇൻകം വന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ വേറൊരു പള്ളിയിൽ നമുക്ക് അവിടെ പള്ളിക്കുന്ന് പള്ളിയുടെ സ്ഥലം നമ്മുടെ 16 ഏക്കറാണ് മൊത്തമുള്ളത്. 10 ഏക്കർ കൃഷി വേണ്ടി നമ്മൾ മാറ്റിയിട്ടിരിക്കുന്നത്. അത് ഇവിടെ ഒന്നും ഇപ്പോൾ ആദായമില്ല. അപ്പോൾ അത് നമ്മളിങ്ങനെ കൊടുത്തിട്ട് അത് പാട്ടം വ്യവസ്ഥയിൽ കൊടുക്കാനാണ്. കാരണം പള്ളിക്കാർക്ക് അത് അത്രയും ചെയ്യാനായിട്ട് നോക്കിയില്ലെങ്കിൽ പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങനെ അത് ലീസ് പോലെ നമുക്ക് കൊടുക്കുകയാണ്. നമുക്കറിയാം, നമ്മളിവിടെയൊക്കെയാണ് പാട്ടം കൊടുക്കുന്ന പോലെ കൊടുക്കുകയാണ്. അപ്പോൾ വർഷം നമുക്ക് ഒരു 4 ലക്ഷം 5 ലക്ഷം രൂപ കിട്ടത്തക്ക രീതിയിൽ എന്ത് ചെയ്യുന്നു, ആ കാര്യങ്ങൾ നമ്മൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇല്ലാതെ നമുക്ക് ഇനിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യത്തില്ല, പോകാനായിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ ജനങ്ങൾ എന്ത് ചെയ്യണം, അവർക്കുള്ള സ്ഥലത്ത് എന്ത് ചെയ്യണം, എന്തെങ്കിലും നടാനുള്ളൊരു കാന്താരിച്ചേരി നടാനുള്ള സ്ഥലമുണ്ടെങ്കിൽ അത് ചെയ്യണം. അത് ഒന്നും ഇല്ലാതിരിക്കരുത്. അങ്ങനെയാണ് നമ്മൾ പൊതുവെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമുക്ക് വളരാൻ പറ്റത്തുള്ളൂ. ആ കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ സഭയെ ഓർത്തും അതുപോലെ തന്നെ ആവശ്യങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാമെങ്കിലും പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ആവശ്യങ്ങൾക്കും ദൈവം അതിനുള്ള മാർഗ്ഗങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. സാറ് പറഞ്ഞതുപോലെ തന്നെ അതുകൊണ്ട് അതിനൊക്കിടയായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇത്രയും പേര് വന്നതിന് വളരെ സന്തോഷമുണ്ട്. സാറിനറിയാം, ഞങ്ങൾ ഈ മിഷൻ ബില്ലിൽ സാധാരണ നേരത്തെ പറഞ്ഞല്ല പോകുന്നത്, പറയാതെയാണ് എന്ത് ചെയ്യുന്നത് പോകുന്നത്. സർപ്രൈസ് വിസിറ്റ് എന്നാണ് അതിന് പറയുന്നത്. ഇതങ്ങനെ സർപ്രൈസ് വിസിറ്റ് ഒന്നുമല്ല. ഇത് ഞങ്ങൾ ആരാധന കൂടാനായിട്ട് എന്ത് ചെയ്യാണ്
അന്നാണ് ആരാധന കൂടിയിട്ട് പോവുക എന്നുള്ളതാണ്. അപ്പം അതൊരു നമുക്കൊരു നിങ്ങൾക്കുള്ളതിനേക്കാൾ സന്തോഷം ഞങ്ങൾക്കാണ് ആ സന്തോഷമുള്ളത്. അങ്ങനെ ആരാധന കൂടി പോകുന്നു. കാരണം ഇവിടെ ഹൈറേഞ്ച് ഞാൻ നമ്മുടെ തന്നെ ഒരു ഇടവകയുടെ ഭാഗമായിരുന്നൊരു കാലത്ത്, ഇപ്പോൾ ഇടവക തിരിഞ്ഞ് അങ്ങനെ വന്നപ്പം ഇവിടെ പണ്ട് തന്നെ ഇവിടെ വന്ന പരിചയം, ആൾക്കാരുമായിട്ടുള്ള പരിചയം, സന്ദർശിച്ചുള്ള പരിചയം എല്ലാം കൊണ്ടും ഇവിടെ വരുന്നതൊക്കെ വളരെ സന്തോഷമാണ്. ഞങ്ങളെ കാണുന്നത് വളരെ സന്തോഷമാണ്. ഏതാനും പേരെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്, കാണാറുണ്ട്, സംസാരിക്കാറുണ്ടെങ്കിലും നിങ്ങളെ കാണാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് കുടുംബമായിട്ടുള്ള സന്തോഷവും ഞാൻ സമയത്ത് അറിയിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ മഹായുടെ എല്ലാവിധമായ കാര്യങ്ങളെയും ഓർക്കുക. സഭയിൽ നിന്ന് ലഭിക്കുന്ന എല്ലാവിധമായ സഹായത്തിനും സഹകരണത്തിനും പ്രാർത്ഥനയ്ക്കും പ്രത്യേകമായി മഹായുടെ പേരിൽ ഞാൻ നിങ്ങൾക്ക് നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മളെല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാം. ഗീതം 240, ഗീതം 嗯 ഞങ്ങൾ നിസ്സഹായരും അപ്രാപ്തരും ബലഹീനരുമാകുന്നുവല്ലോ. ഇന്ന് പൽക്കാലം അന്യ തിരുമേനിയിലൂടെ ഞങ്ങളെ കേൾപ്പിച്ച വചനം അത് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവിനെ പ്രാവർത്തികമാക്കുവാൻ, പ്രായോഗിക തലത്തിൽ പ്രവർത്തിക്കുവാൻ ഞങ്ങളെ അതിനായി സജ്ജരാക്കണമേ. കർത്താവിന്റെ കരങ്ങളിലേക്ക് മറ്റുമായി ഏൽപ്പിച്ചത് പ്രാർത്ഥിക്കുന്നു. നിരാലംബരെയും ദുഃഖിതരെയും കർത്താവെ അംഗവൈകല്യമുള്ളവരെയും ഭിന്നശേഷിക്കാരെയും കർത്താവ് ചേർത്ത് നിർത്തി അവര് ആ സഭയിൽ കൂടി വരുന്ന ആളുകളിൽ ഒരു പക്ഷേ അവരാരെയും കണ്ടില്ല. എന്നാൽ കൈവരുന്ന മനുഷ്യന്റെ അവസ്ഥ അവനെ സ്വയം പ്രാപ്തനാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. ഇനി നീ മറ്റുള്ളവരുടെ മുമ്പിൽ ഇരിക്കേണ്ടവനല്ല, മറ്റുള്ളവരുടെ സഹായം പ്രതീക്ഷിച്ചിരിക്കേണ്ടവനല്ല എന്ന് ആ മനുഷ്യനെ അവരുടെ നടുവിൽ പിടിച്ചു നിർത്തിയിട്ട് സൗഖ്യം നൽകുന്നതായി ഞങ്ങൾ കാണാൻ കഴിയും. ആ സൗഖ്യദായക ശുശ്രൂഷ ഓരോ വ്യക്തിയും ക്രിസ്തുവിലായി തീരുമ്പോൾ സ്വയം പ്രാപ്തനാവുകയും അവന്റെ ആ വരൾച്ചകളെല്ലാം, ജീവിതത്തിലെ വരൾച്ചകളെല്ലാം മാറി മറ്റുള്ളവരെ സഹായിക്കുവാൻ സന്നദ്ധനാകുക എന്നത് ക്രിസ്തു ഞങ്ങളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കട്ടെ. കർത്താവെ സന്ദേശം നൽകിയ എനിക്കായി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം. മഹായുടെ വക അനുഗ്രഹിക്കുന്നതായിട്ട് സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഗർഭനായും പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇവിടുത്തെ ഇതിൽ മതയാത്രയിലെ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം കൊണ്ടായിരിക്കും പ്രാർത്ഥിക്കുന്നു. എതിരെ വരുന്ന വാഹനങ്ങൾ, സഞ്ചരിക്കുന്ന വാഹനങ്ങളെ ഒക്കെ നിയന്ത്രിക്കണമേ. തക്ക സമയത്ത് എത്തിച്ചേരുവാൻ കാലാവസ്ഥക്ക് അനുകൂലമാക്കി പ്രാർത്ഥിക്കുന്നു. സഭയിലുള്ള എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് ആശീർവദിച്ചതായിട്ട് സ്തോത്രം. മഹത്വം കർത്താവ് എടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.